ദൈവനാമത്തിനുണ്ടാകട്ടെ. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ദേശത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സായങ്കാല വന്ദനങ്ങളെ സാദരം അറിയിച്ചു. ഇതൊരു മതത്തിൻ്റെ സന്ദേശമല്ല, മതമാറ്റത്തിൻ്റെ സന്ദേശവുമല്ല. മഹാദൈവത്തിൻ്റെ മടിത്തലം വിട്ട്, മാലാഖമാരുടെ ആരാധന വിട്ട്, മഹീതലത്തിൽ മറിയത്തിൻ്റെ മകനായി മണ്ണിൽ അവതരിച്ച്, മാനമധ്യേ പാവന ജീവൻ നയിച്ച്, മരക്കുരിശിൽ മരിച്ച്, മണ്ണിൽ അടക്കപ്പെട്ട്, മഹത്വം കൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വത്സല ശിഷ്യന്മാരെ അരികിൽ വിളിച്ച് ഇപ്രകാരം അരുളി ചെയ്തു. വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുകൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ ഉപദേശമൊക്കെയും പഠിപ്പിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്നിട്ടുള്ളത്. ഇതൊരു മതമാറ്റത്തിൻ്റെ സന്ദേശമല്ല. അനവധി മതങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. അതുകൊണ്ട് നവമതത്തെക്കുറിച്ച് പറയുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ അയച്ചിരിക്കുന്നത് മനുഷ്യന് നിത്യജീവനെ കുറിച്ച് പറയുവാനാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചെന്ന് വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ലോക ചരിത്രത്തിൽ ഇതുപോലൊരു പ്രഖ്യാപനം ചെയ്ത പ്രഖ്യാപിത പുരുഷവിശേഷം മറ്റൊരാളില്ല എന്നിരിക്കെ കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്? കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഇന്ന് കാണുന്ന പോലെ മതങ്ങളെ ഒഴിവാക്കുവാനാണോ യേശുക്രിസ്തു വന്നത്? യേശുക്രിസ്തു ഭൂമിയിൽ എന്തിനാണ് വന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ലോകത്ത് അനവധി മതങ്ങളും മതഗ്രന്ഥങ്ങളും ഉണ്ടെന്ന് വരികിലും കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളിൻ പ്രകാരമാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു വന്നത്. യേശുക്രിസ്തു എന്തിനാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്? എൻ്റെ പ്രിയരെ, നമ്മുടെ ലോകം വിശാലമാണ്, ഇതിന്റെ ചരിത്രം ബൃഹത്താണ്, നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് ഇസ്രായേലിന്റെ തലക്കനം വന്ന മോശ എന്ന പ്രവാചകൻ പാടുന്നത്: 7-10 ഏറെ എൺപത് മാത്രം മേലും ആയുസ്സറിവിന് കഷ്ടത മാത്രം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 70-80 വയസ്സ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 365 ദിവസമാണ് ഒരു വർഷം എന്നത്. 70 വയസ്സ് ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ 25,550 ദിവസം ജീവിച്ചുവെന്നാണ്. 80 വയസ്സൊരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചുവെന്ന് അവകാശപ്പെടുമ്പോൾ 29,200 ദിവസങ്ങളോട് 30,000 ദിവസം പോലുമില്ല. ഇനി 100 വയസ്സ് ജീവിച്ചോട്ടെ, നല്ല കാര്യമാണ്. 336,000 ദിവസമേ ഉള്ളൂ. അതിലും പകുതി രാത്രിയായിട്ട് ഉറങ്ങിപ്പോകും. ഒരു പകുതി സമയമേ നമുക്ക് പ്രവർത്തിക്കാൻ ലഭിക്കുകയുള്ളൂ. 25,550 ദിവസം എന്ന 70 വയസ്സ് ജീവിച്ചാൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന 12,600 ദിവസമാണ് പ്രിയരെ. അതിൽ ഈ 12,600 ദിവസത്തിൽ ശൈശവം 5 വർഷം പോവും, ബാല്യം അത് 5 വർഷം പോവും, കൗമാരം 7 വർഷം പോവും. അങ്ങനെ ഏകദേശം യൗവനം എന്ന് പറയുന്ന 20 വർഷമേ ഉള്ളൂ. അത് 7,300 ദിവസമേ ഉള്ളൂ പ്രിയരെ. അതാണ് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യമുള്ള സമയം. ഈ 7,300 ദിവസം എന്ന 20 വയസ്സും ആ 20 വർഷം എന്ന് പറയുന്നത് 20 വയസ്സും 40 വയസ്സുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്നത് പകുതി സമയം മാത്രമാണ്. 7,300 കൊണ്ട് പകുതി കിട്ടും. പിന്നീട് നമുക്ക് ലഭിക്കുന്നതെല്ലാം വാർദ്ധക്യമാണ്. അപ്പൊ 40 വയസ്സിന് ശേഷം ഒരു മനുഷ്യൻ ലഭിക്കുന്നതെല്ലാം വാർദ്ധക്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഇന്നത്തെ വർത്തമാന പത്രം ഒന്ന് പരിശോധിച്ചാൽ കേവലം ഈ 25,550 ദിവസം ജീവിക്കാൻ പോലും കഴിയാതെ എത്രയോ വ്യക്തികളാണ് മരണം വഴി മാറ്റപ്പെട്ടത്. അതുകൊണ്ടാണ് ജീവിച്ച് കൊതി തീരാത്ത മനുഷ്യൻ, മരണം കൊണ്ട് മാറ്റപ്പെടുന്ന മനുഷ്യൻ. ഈ മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ടോ? അതോ മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുമോ? ന്യായമായ ചോദ്യമാണ്. ചോദിക്കൂ നിങ്ങൾ മതങ്ങളോട്.
മതങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണശേഷം എന്ത് സംഭവിക്കുന്നു, മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മളെല്ലാം ഭാരതീയരാണ്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകൾ എന്നാണ് നമ്മുടെ കവി പെരുന്നാളാണ് പാടി വെച്ചിട്ടുള്ളത്. അങ്ങനെ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും സംസ്കാരം പരിശോധിച്ചാൽ ഏകദേശം ലോകചരിത്രനായ HG വെൽസ് തന്റെ ചരിത്ര സംഗ്രഹത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് BC 3500 കാലഘട്ടങ്ങളിൽ അസേറിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സാംബാവാൻ എന്നൊരു നേതാവിന്റെ നേതൃത്വത്തിൽ കുടിയേറി വന്ന ആദ്യ ദ്രാവിഡ ജനത. അതാണ് ഇവിടുത്തെ മണ്ണിന്റെ മക്കൾ എന്നറിയുന്നത്. പിന്നീട് BC 2000-നും 1000-നും ഇടയ്ക്ക് പത്തനാറാം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പുറപ്പെടുകയും അങ്ങനെ ഇറാനിൽ വന്ന് തങ്ങുകയും പിന്നീട് ആര്യന്മാർ പല ഭാഗങ്ങളായി പിരിഞ്ഞു. ഒരു ഭാഗം നേരെ യൂറോപ്പിലേക്ക് പോയി, ഒരു ഭാഗം റഷ്യയിലേക്ക് പോയി, ഒരു ഭാഗം പടിഞ്ഞാറെ ചുരം വഴി ഇങ്ങോട്ട് കടന്നു വന്നു. ആര്യന്മാർ ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യ എന്ന് നാം വിളിക്കുന്ന ഈ ഭൂഖണ്ഡത്തെ അറിഞ്ഞിരുന്നത് സാംഭവാൻ ഭരിക്കുന്ന ജംബുദ്വീപം എന്നായിരുന്നു. മൗലിക ഭാഷയിൽ ജംബുദ്വീപം എന്ന വാക്കിന്റെ അർത്ഥം കറുത്തവരുടെ നാട് എന്നാണ്. അതുകൊണ്ടാണ് ഈ വാഹനങ്ങളെല്ലാം പഴക്കം ചെന്ന വാഹനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം ജാംബവാന്റെ കാലത്തുള്ളതാണെന്ന് പറയാൻ കാരണം അസീറിയൻ ജനതയുടെ നേതാവായി ഇന്ത്യയിലേക്ക് കുടിയേറിയത് ഈ ജാംബവാന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ ഇന്ത്യ എന്ന് ഇന്ന് നാം വിളിക്കുന്നതിന് പേര്, ഇതിന്റെ പ്രാചീന നാമം എന്ന് പറയുന്നത് ജംബുദ്വീപം എന്നാണ്. പിന്നീട് ആര്യന്മാരുടെ ആക്രമിച്ചു കയറി വരികയും അവർ അശ്വാരൂഢന്മാരായിരുന്നു. ആയുധപാണികളായി കടന്നു വന്ന അവർ ദ്രാവിഡ ജനതയെ അഥവാ തങ്ങളുടെ അടിമകളാക്കിക്കൊണ്ട് സ്വയം ശ്രേഷ്ഠത കൽപ്പിച്ചുകൊണ്ട് ആര്യൻ എന്ന പദത്തിന്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. അങ്ങനെ വിവിധ ജാതികളും അതുപോലെ വർഗങ്ങളുമായി മനുഷ്യനെ തിരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ മനുസ്മൃതി എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ മനുസ്മൃതി 5-25 വാക്യങ്ങൾ സൂക്തങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ശൂദ്രമക്ഷരം സംയുദ്ധം ദൂത വൈവർഷിയെ, ശൂദ്രൻ വേദം ഗ്രഹിച്ച് അവന് ഗാത്രം വളരണം, വേദം കേട്ടുപോലെ ചെവിയിൽ ഈ അരിക്ക് ഒരുക്കി ഒഴുകണം, നടക്കുന്ന പട്ടണം മാത്രമാണ് ശൂദ്രൻ എന്ന് പറഞ്ഞ് 16 അടി 32 അടി 67 അകലത്തിൽ മാറി മാറി നടക്കുവാൻ തക്കവണ്ണം അഥവാ ഒരു വഴിയിലൂടെ മനുഷ്യൻ നടക്കാൻ കഴിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അതാണ് ഈ ഹൈന്ദവ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരമാണ്. സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് അഥവാ പ്രാചീന കാലം ഈ ജംബുദ്വീപത്തെ പിന്നീട് ഇന്ത്യ എന്ന് വിളിക്കുവാൻ കാരണമായി തീർന്നത് ഭഗലിക ഭാഷയിൽ ഇറാനിയന്മാരാണ് ആദ്യമായി. അവരുടെ ഭഗലിക ഭാഷയിൽ സ എന്ന അക്ഷരമില്ല, അതിന് പകരം ഖ എന്ന അക്ഷരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു എന്ന പദം നാം കാണണമെങ്കിൽ വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ പുരാണങ്ങളിലോ പൗരാണങ്ങളിലോ സ്മൃതികളിലോ ബ്രഹ്മാണ്ടങ്ങളിലോ ഒന്നും കാണുവാൻ കഴിയില്ല. ഹിന്ദു എന്ന പദം 8-ാം നൂറ്റാണ്ടിലെ താന്ത്രിക ലേഖനത്തിലാണ് ആദ്യമായി കാണുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതൊരു സംസ്കാരമായിരുന്നു. ആ സംസ്കാരത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ആര്യന്മാർക്കാണ്. ദ്രാവിഡരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാം ഭാരതീയ ഗ്രന്ഥങ്ങളെ പരിശോധിച്ചാൽ ശ്രുതി എന്നും മൃതി എന്നും രണ്ടായി തിരിക്കാം. അതില് ശ്രുതിയായിരിക്കുന്ന ആ ഗ്രന്ഥങ്ങൾ പിന്നീട് വരമൊഴിയായി വന്നു. അങ്ങനെ വരമൊഴിയായി വന്ന വാമൊഴി വരമൊഴിയായി തീർന്നതിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ളത് ആര്യന്മാരുടെ ഗ്രന്ഥങ്ങൾക്കാണ്. അങ്ങനെ ആര്യന്മാരുടെ ഗ്രന്ഥങ്ങളായിരിക്കുന്ന 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, സ്മൃതികൾ, ബ്രഹ്മാണങ്ങൾ, ആരണ്യങ്ങൾ, 18 പർവ്വങ്ങൾ, മഹാഭാരതം, 18 വായു ഭഗവത്ഗീത, ഇത് ഏത് പരിശോധിച്ചാലും ഈ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നുവെന്ന ചോദ്യത്തിന് അവർ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യ മരണാനന്തരം എന്ത് സംഭവിക്കുന്നുവെന്ന് വേദങ്ങളിൽ ആലോചിച്ചാൽ വേദങ്ങൾ പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്: ദേവയാനത്തിൽ ബ്രാഹ്മണൻ മരിച്ചാൽ അവന്റെ ആത്മാവ് അഥവാ നേരെ ചന്ദ്രലോകത്തെ പ്രാപിച്ച ശേഷം പരബ്രഹ്മത്തിലേക്കുമെന്നാണ്. എന്നാൽ പാപയോനിയിൽ ഒരു വ്യക്തി മരിച്ചാൽ ധൂമം രാത്രി കൃഷ്ണപക്ഷം ദക്ഷിണാമൂല യാത്ര ചെയ്യുമെന്നും അങ്ങനെ ചന്ദ്രലോകത്തെ പ്രാപിച്ച ശേഷം അവർ വിവിധ യോനികളിൽ പുനർജനിക്കുമെന്നുമാണ്. എന്നാൽ പിന്നീട് വന്ന കാലഘട്ടം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത പരിശോധിച്ചാൽ 28 നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പുരാണങ്ങൾ പരിശോധിച്ചാൽ 5 സ്വർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നാം പറയുന്ന പോലെ ബ്രഹ്മസ്വർഗം, വിഷ്ണു സ്വർഗം, അതുപോലെ ശിവസ്വർഗം, ഇന്ദ്രസ്വർഗം, കൃഷ്ണസ്വർഗം, അങ്ങനെ 5 സ്വർഗങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അവിടെ കൊണ്ടും അന്വേഷണം അവസാനിച്ചില്ല. വീണ്ടും ഉപനിഷത്ത് കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ ഉപനിഷത്താചാര്യന്മാരും ഒന്നും പിടയ്ക്കാത്ത ഉന്നതമായ ചിന്തകൾ കൊണ്ട് അവരും അന്വേഷണം നടത്തി.
അവസാനം ബൃഹദാരണ്യക ഉപനിഷത്തിൽ അവരിപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: അസത്വോ മാ സദ്ഗമയ, തമസ്സോ മാം ജ്യോതിർഗമയ, മർത്യോ മാം അമൃതംഗമയ. അലിയോ ഈശ്വര, ഞങ്ങൾ അസത്യത്തിലാണ്, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. അലിയോ ഈശ്വര, ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. അലിയോ ഈശ്വര, ഞങ്ങൾ മൃതിയിലാണ്, ഞങ്ങളെ അമൃതിലേക്ക് നയിക്കണമേ. ഞങ്ങൾ സത്യാന്വേഷണത്തിലാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, ഈ മനുഷ്യൻ എങ്ങനെയാണ് കുടുംബമായത്, ഈ കുടുംബങ്ങൾ എങ്ങനെ ഗോത്രങ്ങളായി, ഇവിടെ എങ്ങനെയാണ് ഭാഷകൾ ഉണ്ടായത്, ഭാഷാഭേദങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെ രാജ്യങ്ങൾ ഉണ്ടായി, ഇവിടെ എങ്ങനെ സാമ്രാജ്യങ്ങൾ ഉണ്ടായി, ഇവിടെ എങ്ങനെയാണ്, അഥവാ ഈ മരണത്തിനപ്പുറമുള്ള ജീവിതം എന്താണ്, ഒരു സ്വർഗമുണ്ടോ, ഒരു നരകമുണ്ടോ, ഒരു നിത്യതയുണ്ടോ, മരിച്ചവർ മടങ്ങി വരുമോ, ഇത്യാദി ചോദ്യങ്ങൾ ഭാരതീയ മതഗ്രന്ഥങ്ങളിലൂടെ അന്വേഷിച്ചാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് അവർ ഉപനിഷത്താചാര്യന്മാർ പറയാണ്, ഞങ്ങൾ അസത്യത്തിലാണ്, ഇതുവരെ അതൊരു സത്യം ഞങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അസത്വമാസദ്ധമയ, അല്ലയോ സത്യം മനുഷ്യത്വം എടുത്ത് ആളത്വം എടുത്ത് ഭൂമിയിൽ അവതരിച്ചുവെങ്കിൽ മാത്രമേ മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ സത്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് സത്യം എന്ന പദം സംസ്കൃത സത്യയിൽ ഉരുത്തിരിച്ചിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാര്, ഭാരതീയ ഭാഷ്യം പറഞ്ഞിരിക്കുന്നത് താനേകവയതാണിതർമ്മ്യാക്ഷിരാണി സതീയമതി തത്തമൃത അഥായി തോഥാമർത്യാമത് എന്നാണ്. അർത്ഥ എന്ന് പറഞ്ഞാൽ അമർത്യതയും തത്വ എന്ന് പറഞ്ഞ മർത്യതയും രണ്ടും സമയം ചെയ്ത് ഒരുമിച്ച് വസിക്കുന്ന ഏക സത്താവിശേഷത്തെ മാത്രമേ സത്യം എന്ന് വിളിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പുരാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 10 അവതാരങ്ങളെ കുറിച്ച് എഴുതി. മത്സ്യക്കുർവരാഗസ്യ നരസിംഹസവാമന രാമോ രാമച്ച കൃഷ്ണകൽക്ക് ജനാർദ്ദന. അതിൽ 9ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണനും വന്നു. വേടന്റെയും പേറ്റ് കാലപുരിയിലേക്ക് പോയെന്ന് ഭാഗവതം 10ാം സ്കന്ധം എഴുതി വെച്ചിരിക്കെ അഥവാ അവതാര പുരുഷന്മാർ മരണം കൊണ്ട് മാറ്റപ്പെട്ടപ്പോൾ ഉപനിഷത്താചാര്യന്മാർ പിന്നെയും പ്രാർത്ഥിച്ചു, ഞങ്ങളെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണമേ. ആ ഭൂതഗീതം അത്യന്തം സത്യമിതനാം മൃസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തത്ത് അത്ത് എന്ന് പറഞ്ഞാൽ അത്ത് അമർത്യതയും തത്ത് മർത്യതയെയും വെളിപ്പെടുത്തുന്നു. മർത്യ ശരീരത്തിൽ വെളിപ്പെട്ട് അമർത്യതയെ ലോകത്തിൽ വെളിപ്പെടുത്തുന്നതാണ് സത്യം. അതുകൊണ്ടാണ് അങ്ങ് സത്യസ്വരൂപനായിരിക്കുന്ന ഈശ്വരന് മാത്രമേ സത്യത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സത്യജ്ഞാനം അനന്തം ബ്രഹ്മം എന്നാണ് പറഞ്ഞത്. സത്യജ്ഞാനമാണ് സർവത്തെയും കുറിച്ച് അറിവ് കൊടുക്കുന്നതാണ്. ആ സത്യജ്ഞാനമാണ് അനന്തമാണ്, അത് ബ്രഹ്മമാണ്, അത് ഈശ്വരനാണ്. അപ്പൊ ഈശ്വരന് മാത്രമേ ഈ ഭൂമിയിൽ അഥവാ മനുഷ്യനോട് സത്യം അറിയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 4 വേദങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 4 വേദങ്ങളിൽ അവര് അഥവാ ഈ സത്യാന്വേഷണം നടത്തുമ്പോൾ വീണ്ടും പുരാണങ്ങളിൽ അഥവാ ഈ ലോകത്തുള്ള ആർക്കും പാപിയായ മനുഷ്യന് മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന പാപിയായ മനുഷ്യ രക്ഷിപ്പാൻ കഴിയാത്തതുകൊണ്ട് പാപിയല്ലാതില്ലൊരു നരനും ഭൂതലെ ഘോപശീലം ശിശുവെങ്കിലും ഉണ്ടല്ലോ എന്നാണ് നീതിസാരവും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത്, ആവശ്യം അനുഭവക്തവ്യം ഹൃദം കർമ്മം ശുഭ അശുഭം നഭുക്തം ക്ഷൈരേ കർമ്മ കൽപ്പകോടി സദൈരവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന ക്രിയകൾക്കനുസരിച്ച് പശുലോക സഹസ്രം തന്നെ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. അപ്പൊ ഈ അവസ്ഥയിൽ ഇനി എങ്ങനെയാണ് ഒരു മോക്ഷപ്രാപ്തി സാധ്യമാകുന്നത്? അതുകൊണ്ടാണ് അവർ എഴുതി വെച്ചു, നിങ്ങൾ ഋഗ്വേദങ്ങൾ പരിശോധിക്കണം. ഋഗ്വേദത്തിന്റെ 10ാമത്തെ വാല്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ 23 സൂക്തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വപ്രജാപതി. ഈ പ്രപഞ്ചം ഈ രൂപത്തിൽ കാണുന്നതിന് മുമ്പ് വിശ്വകർമാവായ പ്രജാപതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രജാപതിയെ സംബന്ധിച്ച് പറയുന്ന ഇപ്രകാരമാണ്: പുരുഷേവേദം സർവം യദ്ഭുതം മെച്ചഭാവ്യം ഉദാഹരണത്തെ എതിനോ നാദലോകിത എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ സർവത്തിനും കാരണഭൂതനായിരിക്കുന്നു. ഉണ്ടായിരിക്കുന്നതും ഉണ്ടാകുവാനുള്ളതും സർവത്തിനും കാരണഭൂതനായിരിക്കുന്നതാണ് സർവസൃഷ്ടാവായിരിക്കുന്ന വിശ്വകർമാവായ പ്രജാപതി. ആ പ്രജാപതി ചരതേ ഗർഭേ അന്തർജായ മാനോ വിജായതേ. അവൻ ഗർഭത്തിൽ ഉപവിഷ്ടനായെങ്കിൽ മാത്രമേ സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, നാം ജീവിക്കുന്ന ഈ ഭൂമിയിലെ സത്യത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പുരാണങ്ങളും ഉപപുരാണങ്ങളും സ്മൃതികളും ബ്രഹ്മാണ്ടങ്ങളും ആരണ്യങ്ങളും അവസാനം ഉപനിഷത്തുക്കളും അംഗീകരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഉണ്ടായൊരു മതമാണല്ലോ നാം അറിയുന്ന പോലെ പേർഷ്യൻ മതമായിരിക്കുന്ന അഥവാ സ്വരാഷ്ട്ര വിരചിതമായിരിക്കുന്ന സന്തവസ്ഥ എന്ന മതഗ്രന്ഥമുള്ള അഥവാ സ്വരാഷ്ട്രമതം.
സ്വരാഷ്ട്രമതം പരിശോധിച്ചു കഴിഞ്ഞാൽ 1000-ഓളം ഗീതകളുണ്ട് സ്വരാഷ്ട്രമതത്തിന്. സ്വരാഷ്ട്രമതത്തിലും പറഞ്ഞിരിക്കുന്നത് അന്തിമമായി 3 പേർ വരും. അവസാനം വരുന്ന വ്യക്തി സത്യത്തിന്റെ മനുഷ്യാവതാരമായിരിക്കും. ആ സത്യത്തിന്റെ മനുഷ്യാവതാരത്തിന് അവർ കൊടുത്ത പേരാണ് അഗുരമസ്ത. അഗുരമസ്ത വരികയും അഗുരമസ്തയുടെ അവികിര രാജ്യം സ്ഥാപിക്കുവാൻ സത്യത്തെ ലോകത്തിൽ വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇന്ത്യയിലുണ്ടായ മറ്റൊരു മതമാണല്ലോ ബുദ്ധമതം. ബുദ്ധമതം എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ ശിഷ്യന്മാരിൽ പരിചിതമായിരിക്കുന്ന ത്രിപിടകം എന്ന പുസ്തകമാണ് അവർക്കുള്ളത്. സുപ്തപിടകം, വിനായക പിടകം, അപധർമ്മപിടകം. ഈ 3 പിടകങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവസാനം ബുദ്ധനും ബുദ്ധന്റെ ശിഷ്യന്മാർ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്ന നിർവ്വാണം എന്ന വാക്കാണ്. ഒരു വിളക്ക് കെട്ടുപോകുന്ന പോലെ മനുഷ്യൻ അഥവാ മരണത്തിലൂടെ അവസാനിച്ചു പോകുന്നതാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ മറ്റൊരു മതമാണല്ലോ നാം അറിയുന്ന ജൈനമതം. ജൈനമതം സ്ഥാപിച്ചത് ദക്ഷപദേവനാണ്. എന്നാൽ അതിന് പ്രചാരത കൊടുത്തത് നാം അറിയുന്നത് പോലെ വർത്തമാന മഹാവീരനാണ്. 84ഓളം ചെറു ഗ്രന്ഥങ്ങളുണ്ട് പ്രിയരെ. ആ ഗ്രന്ഥങ്ങളോട് ചോദിച്ചാലും എങ്ങനെയാണ് മനുഷ്യൻ ശക്തി അഥവാ സത്യം എങ്ങനെ വെളിപ്പെടും, ഈ സത്യത്തിലൂടെ എങ്ങനെ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്ന ചോദ്യത്തിന് മുക്തി നേടുവാൻ അവർ യോഗവിദ്യകളെ പറയുന്നുവെങ്കിലും ഇന്ന് വരെ ആരും യോഗവിദ്യയിലൂടെ സിദ്ധി സാധിച്ച് സത്യം കണ്ടെത്തുന്നതായി അഥവാ നാം ഈ ജൈനമത ഗ്രന്ഥങ്ങളിലും പഠിക്കുന്നില്ല. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ ഉണ്ടായ മറ്റൊരു മതമാണല്ലോ സിഖ് മതം. സിഖ് മതത്തിൽ തന്നെ ഗുരുമുഖി എന്ന പ്രത്യേക ലിപിയിൽ എഴുതിയ ഗ്രന്ഥസാഹിബുണ്ട്. ഗ്രന്ഥസാഹിബ് സിഖ് എന്ന് പറഞ്ഞ ശിഷ്യൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഗുരുനാനാക്ക് മുതൽ അങ്കദരം വരെയുള്ള 10 ഗുരുക്കന്മാരുടെ അഥവാ ഉപദേശങ്ങളെ ക്രോഡീകരിച്ചിരിക്കുന്ന സിഖ് മതഗ്രന്ഥം പരിശോധിച്ചാൽ അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: ഗുരു രാതിരനാദിച്ച ഗുരു പരമദൈവത ഗുരു സൃഷ്ടി സ്ഥിതിദംസാം വിഗ്രഹാനുഗ്രഹാത്മകം ഹൃദം പഞ്ചവിധ ശാശ്വതം ഉപാസിതേതൻ ഗുരു ഭജ എന്നാണ്. ഗുരുവായിരിക്കണമെങ്കിൽ ഒന്നവൻ ആദിയും അന്തവും ഇല്ലാത്തവനായിരിക്കണം. സ്വയം ഗുരുവായിരിക്കണം ഗുരു. അവനെ മാത്രമേ ഗുരു എന്ന് വിളിക്കാൻ പാടുള്ളൂ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, നിഗ്രഹം, അനുഗ്രഹ പാലനം 5 ഗുണങ്ങളോട് കൂടിയവനായിരിക്കണം. സൃഷ്ടികർത്താവായ ഈശ്വരന് മാത്രമേ ഗുരുവായി വരുവാൻ കഴിയുകയുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് അവനെ നമിക്കാൻ പാടുള്ളൂ എന്നാണ് ഗുരുഗീത തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോക ചരിത്രം പരിശോധിച്ചാൽ ഇന്നോളം ലോകത്ത് കർത്താവും ഗുരുവെന്ന് അവകാശപ്പെട്ട ഒരേ ഒരുവൻ അവരാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ ലോക ചരിത്രം പരിശോധിച്ചാൽ ശിഷ്യന്മാരുടെ കാല് കഴുകിയ ഒരേ ഒരു ഗുരുവരനുണ്ടെങ്കിൽ സാക്ഷാൽ മനുഷ്യന് മാർഗനിർദ്ദേശം കൊടുത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ഗുരുവരനുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുവാനാണ് വന്നത്. നമ്മുടെ ഭാരതീയ മതഗ്രന്ഥങ്ങളിലൂടെ അതുപോലെ ഋഷിവര്യന്മാർ പ്രാർത്ഥിച്ചു, അസത്വമാസദ്ഭമയ. യേശുക്രിസ്തു ഉത്തരം പറഞ്ഞു, ഞാൻ തന്നെയാണ് സത്യം. അതുപോലെ മൃത്യോമ അമൃതം ഗമയ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഇനി വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. തമസോമാം ജ്യോതിർഗമയ. അല്ലയോ ഈശ്വര, ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങൾ പ്രകാശത്തിലേക്ക് നയിക്കണമേ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ പ്രകാശത്തിൽ നടക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല പ്രിയരെ. ഈ ലോകത്ത് മതം സ്ഥാപിക്കാൻ വന്നൊരു വ്യക്തിയല്ല. അല്ലയോ ക്രിസ്തു, അങ്ങെന്തിനാണ് ഭൂമിയിൽ വന്നതെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു എന്തിന് ഭൂമിയിൽ വന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് തന്നെ പരിശോധിക്കണം. അതുകൊണ്ടാണ് ലോകത്ത് അനവധി മതങ്ങളും മതഗ്രന്ഥങ്ങളും ഉണ്ടെന്ന് വരികിലും ലോകത്തെമ്പാടും തിരുവെഴുത്തെന്ന പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. അതാണ് വിശുദ്ധ ബൈബിൾ. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മുക്കുവന്മാർ, ആട്ടിടയന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ടവർ, ഉദ്യാനം, മരുഭൂമി, ദീപസമൂഹം, കാരാഗ്രഹം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലതരത്തിൽ എഴുതി ചേർത്താണ് ബൈബിൾ എന്ന് വരികിലും നിങ്ങൾ ആദിയോടന്തം പരിശോധിച്ചാൽ ഒരെഴുത്തുകാരൻ ഒരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികയാൽ എഴുതിയതുപോലെ തമ്മിൽ അണയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഏക ഗ്രന്ഥമാണ് പ്രിയരെ ദൈവഗ്രന്ഥമായ സത്യഗ്രന്ഥമായി ബൈബിൾ. അതുകൊണ്ടാണ് ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ യജ്ഞകുണ്ടത്തിന് കയറി വന്നുവെന്നോ മനസ്സാകുന്ന സമുദ്രം കിടച്ചെടുത്തുവെന്നോ അതുപോലെ ഖുർആൻ അവകാശപ്പെടുന്ന പോലെ സ്വർഗത്തിന് അഥവാ കെട്ടിയിറക്കി കിട്ടിയെന്നോ ആയത്തുകളായി ഇറക്കി കിട്ടിയോ എന്നല്ല. ഇനി ഇസ്ലാം മതഗ്രന്ഥമായ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 114 സുഹൃത്ത് വിധമായ ഖുർആൻ, 6666 വാക്യങ്ങൾ ഖുർആൻ. ഈ ഖുർആനും പരിശോധിച്ചാൽ അതിനുശേഷം അഥവാ ഖലീഫമാരിലെ ഹദീസുകളുണ്ട്. സഹീഹുൽ ബുഖാരി, സഹീഹുൽ മുസ്ലിം, അനവധി ഇസ്ലാം ഹദീസുകളുണ്ട്. അവിടെ കൊണ്ടും തീർന്നില്ല. ആ ഗ്രന്ഥങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അവയിലൊന്നും
അഥവാ സത്യത്തിന്റെ മനുഷ്യാവതാരം നടന്നതായി നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ബൈബിൾ അങ്ങനെയല്ല പ്രിയരെ. ബൈബിളെ സംബന്ധിച്ച് പറയുമ്പോൾ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ബൈബിൾ അഥവാ ബൈബിളിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് സംസാരിച്ചു. ദൈവം മനുഷ്യനോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ചോദ്യം ചോദിക്കാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്തോ? കാണാത്ത ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞങ്ങൾ ദൈവമുണ്ടെന്ന് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ബൈബിൾ ഒരിക്കലും അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമല്ല, സത്യത്തെ ലോകത്തിൽ വെളിപ്പെടുത്തുന്ന സത്യഗ്രന്ഥമാണ്. ആ സത്യഗ്രന്ഥത്തോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ കാണാത്തത്? മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തെ കാണാത്തതെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ഒരു മഹാരഥന്മാർക്കോ മസ്തിഷ്ക മല്ലന്മാർക്കോ ഇന്ന് വരെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചോദിക്കൂ നിങ്ങൾ ക്രിസ്തുവിനോട്, അല്ലയോ ക്രിസ്തു, എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടാവായി ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരനെ എന്തുകൊണ്ട് മനുഷ്യന് കാണാൻ കഴിയുന്നില്ല? യേശു ക്രിസ്തു മറുപടി പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പറയുന്നത്, ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ അഥവാ മനുഷ്യ ചട്ടസ്സുകൾ കൊണ്ട് കാണുക അസാധ്യമാണ് പ്രിയരെ. കാരണം ആത്മാവായ ദൈവത്തെ കാണാത്തതിന് കാരണം നമ്മുടെ കണ്ണിന് പരിമിതികളുണ്ട്. ത്രിമാനങ്ങൾക്ക് വിധേയമായ ഒരു വസ്തുവിനെ നമ്മുടെ കണ്ട് പ്രതിബിംബമാക്കിയുള്ളൂ. ത്രിമാനങ്ങൾക്ക് അതീതമായതും അതിവിദൂര വസ്തുവിനെ കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെ കാണാത്തൊരു ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ പറയുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടാവുണ്ടെന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുവാൻ കഴിയും. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, കണ്ടില്ല എന്ന കാരണത്താൽ ദൈവമില്ല എന്ന് പറയുവാൻ ഏതെങ്കിലും പ്രത്യക്ഷവാദിക്ക് കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. കാരണം നാം ഉപയോഗിക്കുന്ന വൈദ്യുതി നാം കാണുന്നുണ്ടോ? നമ്മിൽ പിടിക്കുന്ന ജീവൻ നാം കാണുന്നുണ്ടോ? നാം ശ്വസിക്കുന്ന വായു നാം കാണുന്നുണ്ടോ? ഇവയൊന്നും കാണാതെ ഉണ്ടെന്ന അനുഭവത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ് അംഗീകരിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യൻ, ആ മനുഷ്യൻ പറയുകയാണ്, പ്രപഞ്ചമെന്ന മഹാസൗധം പടുത്തുയർത്തിയ പെരുന്തച്ഛനായിരിക്കുന്ന ഒരു ഈശ്വരനുണ്ട് എന്ന് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ചോദിച്ചാൽ, അതുകൊണ്ടാണ് ബൈബിൾ ആരും വെറുതെ പഠിക്കേണ്ട പ്രിയരെ. ബൈബിൾ പറയുന്ന യാഥാർത്ഥ്യങ്ങളെ ശാസ്ത്രീയ സത്യങ്ങളായി ലോകത്തിന് വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഏത് ദൈവമാണ്? ലോകത്ത് അനവധി ദൈവങ്ങളുണ്ട്. അതിൽ ഏത് ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അതുകൊണ്ടാണ് ഇപ്രകാരം വയലാറിന്റെ ഗാനങ്ങൾ നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസ് പാടിയത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവെച്ചു, മണ്ണ് പങ്കുവെച്ചു. ലോകത്ത് മതങ്ങളുടെ ദൈവങ്ങളാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാരാണ്? ചോദിക്കൂ നിങ്ങൾ ബൈബിളിനോട്. ബൈബിൾ ഉത്തരം പറയും. ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ അദൃശ്യതയും അഥവാ കാണാൻ കഴിയാത്ത ദൈവത്തിന്റെ അദൃശ്യതയും തന്റെ ദിവ്യത്വവും താൻ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അഥവാ ഈ സൃഷ്ടിയിലൂടെ തന്നെ അസ്തിത്വം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാണ് അസ്തിത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലൂടെ അസ്തിത്വം വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ വീണ്ടും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, കാണപ്പെടാത്ത വസ്തുവിനാൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യ കണ്ണുകൾ കൊണ്ട് കാണാത്തൊരു വസ്തുവാണ് ഇതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ഒരു ആറ്റമല്ലേ? ഇത് തന്നെയാണ് ബൈബിളും പറഞ്ഞിരിക്കുന്നത്. ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, 3 സെല്ലുകൾ ഒന്നായിരിക്കുന്നു. ആ 3 സെല്ലുകൾ ഒന്നായിരിക്കുന്ന അടിസ്ഥാനത്തിലൂടെ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറയുവാൻ എന്താണ് കാരണം? അതുകൊണ്ടാണ് ഈ ഇന്ന് ഏറ്റവും കൂടുതൽ മൂലച്യുതി സംഭവിച്ചിരിക്കുന്നത്. ഈശ്വരനില്ല എന്ന് പഠിപ്പിക്കുന്നതാണ്. ദൈവമില്ല എന്ന് തലമുറകളെ പഠിപ്പിച്ച് അഥവാ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മതങ്ങൾ മനുഷ്യനെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുവാനുള്ള ഒരു പദ്ധതിയായി മതങ്ങൾ തീരുമ്പോൾ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇന്നത്തെ യുവതലമുറ എന്തുകൊണ്ടാണ് ഇത്രമാത്രം യുക്തിവാദികളായും പ്രത്യക്ഷവാദികളായും നിരീശ്വരവാദികളുമായി പോകുന്നത് ചോദിച്ചാൽ ഇവിടുത്തെ മതങ്ങൾ തന്നെയാണ് അതിന് കാരണം. കാരണം മതങ്ങൾ മനുഷ്യനെ മയക്കുന്ന കറപ്പെന്ന് കാറൽ മാർക്സ് പറഞ്ഞത് എത്രയോ കൃത്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, മതങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവമല്ല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. എങ്ങനെ അറിയാം? അതുകൊണ്ടാണ് ഡാർവിന്റെ അനുമാന സിദ്ധാന്തം എന്ന് പറയുന്നത് 1834 1000-ഓളം അനുമാനങ്ങളല്ലേ. ആ അനുമാനം എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ വരെ ഭൂമിയും എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ
ഈ സൂര്യൻ മുതൽ ഭൂമി വരെ വലിയൊരു പിണ്ഡമായിരുന്നുവെന്നും ആ പിണ്ഡം ഏതൊരു കാരണത്താൽ പൊട്ടിത്തെറിച്ചുവെന്നും പൊട്ടിത്തെറിച്ച കാരണം ഇന്നും ശാസ്ത്രത്തിന് അറിയില്ല. അങ്ങനെ അനവധി കഷ്ണങ്ങളായി ഭൂമിയിൽ അനവധി കാലം മഴ പെയ്യാതിരുന്നു. എങ്ങനെ എന്തുകൊണ്ട് മഴ പെയ്തില്ലെന്ന് ഉത്തരം പറയുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഏതോ ഒരു കാരണത്താൽ മഴ പെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ മഴ പെയ്ത ജലത്തിൽ നിന്നാണ് ആദ്യമായി ജീവന്റെ ഉത്ഭവം എന്നാണ് പറയുന്നത്. അങ്ങനെ ഏകകോശ ജീവികൾ ഉണ്ടായെന്നും അത് പരിണമിച്ച് തൃപ്പാളി ജീവികളായെന്നും വീണ്ടും പരിണമിച്ച് താഴ്ന്നുവരൻ അഥവാ സസ്തനങ്ങളായിരുന്നു, വീണ്ടും പരിണമിച്ചു കുരങ്ങുകളായിരുന്നു, വീണ്ടും പരിണമിച്ചു ജാവ മനുഷ്യൻ, നിയണ്ടാത്താൻ മനുഷ്യൻ, മനുഷ്യൻ, ഹോമോസാപ്പിയൻസ് വർഗത്തിൽപ്പെട്ട ആധുനിക മനുഷ്യനുണ്ടായെന്ന് 1834 1000-ഓളം വരുന്ന അഥവാ അനുമാനങ്ങളെ ശാസ്ത്രീയമെന്ന് വിളിച്ചുകൊണ്ട് ഇവിടുത്തെ കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിച്ച് IAS-കാരും IPS-കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബുദ്ധിജീവികളും തത്വചിന്തകളും അറിയപ്പെടുന്നവരെ ഇതല്ലേ പഠിച്ചിറങ്ങുന്നത്. പ്രപഞ്ചം സൃഷ്ടിച്ചുവെന്ന് ഇവിടെ സമ്മതിക്കുവാൻ ഇവിടുത്തെ മതനേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാം അറിയുന്ന പോലെ ഇവിടുത്തെ മതനേതാക്കന്മാർ പോലും പറയുന്നത് ഇത് പരിണമിച്ചുണ്ടായി എന്നാണ്. എന്നാൽ ഈ ആധുനിക ശാസ്ത്രം ജീൻ കണ്ടെത്തിയവരെ ജീൻ കണ്ടെത്തിയപ്പോൾ അങ്ങനെ കേവലം കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായവനാണ് മനുഷ്യനെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യന്റെ ജീനും മൃഗങ്ങളുടെ ജീനും തമ്മിൽ ചേരുന്നില്ല എന്ന് വരെ മറുപടി പറയുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നേക്ക് 3400 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു മോശയെ. ലോകത്തിന്റെ നാഭി എന്നറിയപ്പെടുന്ന പാലസ്തീനിൽ മോശയെ വിളിച്ചു മോശയോട് പറഞ്ഞു, മോശയെ നീ എഴുതുക, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എബ്രായ ഭാഷക്കാരനായ മോശ അത് എഴുതി വെച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതി വെച്ചു, ആദിയിൽ ദൈവം ആകാശഭൂമികളെ സൃഷ്ടിച്ചു. അവിടെ ദൈവം എന്ന പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എലോഹീം എന്ന പദമാണ്. എലോഹീം എന്ന പദം എലോഹീം അഥവാ 4 വർത്തിക്കാത്തതും 2 ചുരുങ്ങാത്തതും ത്രിവാചിയായിരിക്കുന്ന ഒരു ശബ്ദം. ആ ശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്നത് 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏക ആത്മസത്യമായിരിക്കും ദൈവം. എങ്ങനെ അറിയാം? അതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ അഥവാ സ്വർഗത്തിൽ ദൂതന്മാർ ആരാധിക്കുകയാണ്. യെശയ്യാ പ്രവാചക പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന് 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 4 പറഞ്ഞ് കൂട്ടിയിട്ടില്ല, 2 പറഞ്ഞ് നിർത്തിയിട്ടില്ല. 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യമായിരിക്കുന്ന ഏകസത്യ ദൈവത്തെയാണ് യേശുക്രിസ്തുവിനോട് വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് മനുഷ്യാവതാരം. ആ മനുഷ്യാവതാരത്തെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ അറിയിക്കുകയാണ്. ഗബ്രിയേൽ ദൂതൻ എന്തെന്നാണ് അറിയിച്ചെന്ന് ചോദിച്ചാൽ ഇപ്രകാരമാണ്, അഥവാ മറിയമേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ് കന്യകയായി മറിയ ആശ്ചര്യപരിചയായി ദൂതനോട് ചോദിച്ചു, ഗബ്രിയേൽ ദൂതനോട്, ഞാൻ പുരുഷനെ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല, ഇത് എങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് വീണ്ടും പറയുകയാണ് ദൂതൻ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കുവാൻ ദൈവത്തിന് കാര്യവും അസാധ്യമല്ല. അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ വചനം ശരീരമായി തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, അവൻ മുഖാന്തരം സർവ്വം സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ സത്യവെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വചനം ശരീരമായി തീർന്ന് കൃപയും സത്യവും നൽകുന്നവനായി ഭൂമിയിലേക്ക് അവതരിച്ചു. ഇന്നോളം ജന്മപാപമില്ലാതെ ഇന്നോളം പ്രപഞ്ചത്തിൽ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് വചനം ശരീരമായി ഒരുവൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വത്സരേഷ്യന്മാരെ കാലുകളുടെ കുരിശിലെ മാനവരാശിയുടെ പാവപരിഹാരാർത്ഥം വരുത്തി മരിച്ചു വീഴ്ത്തതിനു ശേഷം തന്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ശിഷ്യയോട് സുവിശേഷം പ്രസംഗിക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനം കഴിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിതന്മാരെ, ഭാഷാശാസ്ത്ര വിധിപ്രകാരം 3 നാമങ്ങളല്ലേ യേശുക്രിസ്തു പറഞ്ഞത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നാണ് ക്രിസ്തു പറഞ്ഞത്. എന്താണ് കാരണം? ഭാഷാശാസ്ത്ര വിധിപ്രകാരം നാമങ്ങൾ എന്ന് പറയേണ്ടടുത്ത് നാമത്തിൽ എന്നാണ് പറഞ്ഞത്. കാരണം 3 ദൈവങ്ങളല്ല ക്രിസ്ത്യാനിക്കുള്ളത്. പിതാവാം ദൈവം,
പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവും ദൈവം. 1+1+1=3 പ്രിയരെ. 1+1=1 3 സാരസത്തകൾ ഒന്നായിരിക്കുന്ന ഏകസത്യ ദൈവം. അതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയുടെ അസ്തിത്വം പരിശോധിച്ചാൽ ഈ പ്രപഞ്ച സൃഷ്ടി ഏറ്റവും ചെറിയ അസ്തിത്വം എന്ന് പറയുന്നത് ഒരു ആറ്റമാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, 3 സെല്ലുകൾ ഒന്നായിരിക്കുന്നു. ഇനി കാണുന്ന ഒരു വസ്തുവിലേക്ക് വന്നാൽ ഖരം, ദ്രാവകം, വാതകം, അവിടെയും 3 എന്ത് കാണുവാൻ കഴിയും? സൃഷ്ടികാലത്തിലേക്ക് വന്നാൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, അവിടെയും 3 എന്ത് കാണാൻ കഴിയും? അതുകൊണ്ടാണ് 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മശക്തിയായിരിക്കുന്ന ഏകസത്യ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് അസ്തിത്വം കൊണ്ട് വെളിപ്പെടുത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന, ബൈബിൾ പ്രഖ്യാപിക്കുന്ന ദൈവം. ആ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദ്യം ചോദിക്കാം, ഈ ദൈവം ഒരു ശക്തിയാണോ വ്യക്തിയാണോ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പരാശക്തിയാണെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ അഥവാ ദേശീയ ഗാന രചിതാവായ ടാഗോർ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടുത്തു ചെല്ലുവാൻ, അഭയം ചെല്ലുവാൻ, അപേക്ഷകൾ നിരത്തി വെക്കുവാൻ ആളത്വമുള്ള, വ്യക്തിത്വമുള്ള ഒരു ദൈവമാണ് ആവശ്യം. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമുക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ ദൈവം ഒരു പരാശക്തിയാണോ? അല്ല പ്രിയരെ. ദൈവം സർവശക്തനായിരിക്കുന്ന, സർവ്വവ്യാപിയായിരിക്കുന്ന, സർവജ്ഞാനിയായിരിക്കുന്ന, നിത്യനും പരിശുദ്ധനുമായിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം എങ്ങനെയാണ് ആ ദൈവം വ്യക്തിത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയത്? ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണത്താൽ ഹരി, താര, സൂര, പാര, സർവാലങ്കൃതമായ ഈ ബ്രഹ്മാണ്ഡ കടാകത്തിന് ജന്മം കൊടുത്ത ദൈവം ഒന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ മനുഷ്യനുണ്ടാകുമായിരുന്നു. എന്നാൽ തന്റെ കരുത്തുറ്റ കലാങ്കുയുടെ വിഭവമായി, കാമ്യകലാ വസ്തുവായി ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ നനഞ്ഞ് അവനെ ജീവശ്വാസം കൂടി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ പ്രപഞ്ചത്തിൽ ഇന്നോളം ദൈവസാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവി ഉണ്ടെങ്കിൽ, ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ, സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ വില ഇവിടെ 10 ലക്ഷം രൂപ എന്ന് നമ്മുടെ സർക്കാർ വിലയിടുമ്പോൾ ഈ മനുഷ്യന്റെ വില പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവാണ്. ഉടയവന് മാത്രമേ അഥവാ ഈ സൃഷ്ടിയുടെ വില പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു മനുഷ്യന്റെ വില പറഞ്ഞു. ഒരു മനുഷ്യൻ സർവ്വലോകത്തും നേടിയിട്ടും നീ നിന്റെ ജീവനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനമെന്നാണ് ചോദിച്ചത്. ഈ കാണുന്ന 3 ലോകവും ഒരു കാശിന്റെ തട്ടിൽ വെച്ച് ഒരു തട്ടിൽ ഒരു മനുഷ്യനെ കയറ്റി നിർത്തിയാൽ ഈ 3 ലോകത്തെക്കാളും വിലയുള്ളവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അഥവാ ആ ദൈവ സ്നേഹത്തിന് മുമ്പിൽ മനുഷ്യനാണ് പ്രിയരെ. ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് വീട്ടിൽ വിലയില്ലായിരിക്കാം, നാട്ടിൽ വിലയില്ലായിരിക്കാം, കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതത്തിൽ തള്ളി നീക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളണം, നിങ്ങൾ ഏറ്റവും വിലയേറിയവനാണ്. ഇത്ര വിലയേറിയ ഈ മനുഷ്യനെ തേടിയാണ് മഹാദൈവത്തിന് മടിത്തളം വിട്ട്, മാലാഖമാരുടെ ആരാധന വിട്ട്, മഹീതലത്തിൽ മറിയത്തിന്റെ മകനായി മണ്ണിലേക്ക് മഹാദൈവം മനുഷ്യനായി അവതരിച്ചത്. ആ കർത്താവായ യേശു ക്രിസ്തു അഥവാ മനുഷ്യനിലൂടെ ദൈവത്തിന്റെ ഏകത്വം വെളിപ്പെടുത്തി പിതാപുത്ര പരിശുദ്ധാത്മാവെന്ന് 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യയായ ദൈവം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു, അർത്ഥാൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസിന്റെ ആഗ്രഹം ഒരിക്കൽ, ഞങ്ങൾ 3 വർഷമായി അല്ലയോ കർത്താവെ അങ്ങയെ അനുഗമിക്കുന്നു, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? ഞങ്ങൾക്ക് സൃഷ്ടി ദൈവമായ പിതാവിനെ ഒന്ന് കാണണം. യേശു ക്രിസ്തു പ്രതിവചിച്ചു, ഫിലിപ്പോസേ, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ഇരുന്നിട്ടും നിങ്ങൾ ദൈവത്തെ കണ്ടില്ലയോ? എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. അർത്ഥാൽ 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യയായ ദൈവം, ആ ദൈവത്തിന്റെ സാരസത്വം ഒന്നായി അടങ്ങിയിരിക്കുന്ന വ്യക്തി പ്രഭാവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ യഹൂദ മതത്തിന്റെ തകർച്ച, ക്രൈസ്തവ മാർഗത്തിന്റെ വളർച്ച, ഇതിന് തർസോസുകാരൻ ശൗലിന്റെ വളർച്ച, അവൻ നേരെ അഥവാ യഹൂദ മതപുരോഹിതനായിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിന്റെ മഹാപുരോഹിതന്റെ അധികാരവും പത്രവും വാങ്ങി അഥവാ ജെറുസലേമിലുള്ള ക്രിസ്ത്യാനികളിലെ കുന്നുമുടിച്ച ശേഷം നേരെ ദമസ്കോസിൽ ഏകദേശം 240 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ക്രിസ്ത്യാനികളുണ്ടെന്നറിഞ്ഞ് ക്രിസ്തീഷ്യന്മാരെ പിടിച്ചുകെട്ടി അരിങ്കൊല ചെയ്യുവാനായി അശ്വാരൂഢനായി ആയുധപാണിയായി താനും തന്റെ സംഘവും ഇതാ ആർത്തലമ്പി ചെല്ലുമ്പോൾ ദമസ്കോസിന്റെ പടിവാദത്തിൽ വെച്ച് സൂര്യന് വീഴുന്ന വലിയൊരു വെട്ടം അവന്റെ മുഖത്ത് തട്ടുകയും അവൻ താഴെ വീണു. തർസോസുകാരൻ ശൗൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ
പരീക്ഷ പണ്ഡിതനും പണ്ഡിതന്റെ മകനുമായിരിക്കുന്ന ഗമാലിയന്റെ പാദപീഠത്തിലിരുന്ന് അഥവാ വിവിധ ഭാഷാ പണ്ഡിതനായിരിക്കുന്ന തർസോസുകാരൻ ശൗൽ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞ പ്രപഞ്ച സൃഷ്ടാവായ യഹോവയായ ദൈവത്തിന് വേണ്ടി തീവ്രവാദം ചെയ്യുന്ന, ജീവനുടെ ദൈവത്തെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളിൽ വസിക്കാത്ത, സാദൃശ്യങ്ങളിൽ വസിക്കാത്ത ആത്മസ്വരൂപനായ ദൈവമായ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന ഈ യഹൂദനായിരിക്കുന്ന തർസോസുകാരൻ ശൗലിനെ തടയുവാൻ നീ ആരെന്നാണ് ചോദിച്ചത്. യേശു ക്രിസ്തുവിന്റെ മറുപടി അപ്പോസ്തലരുടെ 9-ാം അധ്യായത്തിൽ പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അഥവാ പൗലോസിന് മനസ്സിലാകും. കാരണം ഒരിക്കൽ മോശ ചോദിച്ചു, എന്നെ ഫറവോ ചക്രവർത്തിമാരുടെ കരാളകസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്നു കഴിയുന്ന ഇഷ്ടികത്തൊഴിലാളി അടിമവർഗമായ ഇസ്രായേലിനെ വിടുവിക്കാൻ അയച്ചപ്പോൾ മോശ ചോദിച്ചു, അവിടെ ചെന്ന് എന്നെ അയച്ച ദൈവത്തിന്റെ പേരെന്തെന്ന് പറയണം എന്നാണ് ചോദിച്ചത്. കാരണം നൈൽ നദീ തടങ്ങളിൽ അന്ന് റായെന്നും ആമണെന്നും പേരുണ്ട് സൂര്യദേവന്മാരും ആത്തൂർ എന്ന് പറയുന്ന വസുദേവതയുമുള്ള നാട്ടിൽ ചെന്ന് ബഹുദൈവ വിശ്വാസികൾ നടുവിൽ ചെന്ന് ഞാൻ എന്നെ അയച്ച ദൈവത്തിന്റെ പേരെന്തെന്ന് പറയണം. പേര് പറഞ്ഞു കൊടുത്തു. പ്രിയരെ, നിങ്ങൾ പുറപ്പാട് പുസ്തകം ബൈബിള് 2-ാമത്തെ പുസ്തകം 3-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുകയാണ്, ഞാനാകുന്നു. ഇതൊരു പേരാണ് പ്രിയരെ. അതുകൊണ്ടാണ് നിത്യനായിരിക്കുന്ന ദൈവം, അതുകൊണ്ടാണ് ദൈവം എങ്ങനെയുണ്ടായെന്ന ചോദ്യത്തിന് ആ പേരിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന സത്യമാണ്. ദൈവം തന്നിൽ തന്നെ ജീവനുള്ളവനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞത്, ദൈവത്തിന് പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. 2000 ആണ്ടുകൊണ്ടുണ്ടായവനല്ല യേശു ക്രിസ്തു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ദൈവമായിരുന്നവനാണ്. ആ നിത്യനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് ആ ദൈവത്തെ കുറിച്ച് മോശയ്ക്ക് പറഞ്ഞു കൊടുക്കാണ്, ഞാനാകുന്നു എന്നുള്ളത് നിന്നിന്റെ ഇടയ്ക്ക് അയച്ചിരിക്കുന്നു. ഞാനാകുന്നു പിതാവ്, ഞാനാകുന്നു പുത്രൻ, ഞാനാകുന്നു എന്നുള്ളത് നിന്നിന്റെ ഇടയ്ക്ക് അയച്ചിരിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നാണ് പറഞ്ഞു കൊടുത്തത്. യഹോവ എന്നല്ലാതെ എലോഹീം എന്നല്ലാതെ മറ്റൊരു പദം ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ദൈവം യഹോവ എന്ന് അവകാശപ്പെട്ടത്? നിങ്ങൾ ബൈബിൾ വായിക്കണം. ബൈബിളിൽ BC 700 ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ, ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പറയുന്നത്, ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത സൃഷ്ടാവായ ദൈവമായ യഹോവ, സർവസൃഷ്ടിക്കും സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ യഹോവ എന്നാണ് വിളിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് യഹോവയായ ദൈവം ആരാണ്? യഹോവയായ ദൈവത്തെ കുറിച്ച് യിരെമ്യാവിന്റെ പ്രവചനം BC 650 ജീവിച്ചിരുന്ന യിരെമ്യാവ് പറയുന്ന ഇപ്രകാരമാണ്. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും. ജീവനുള്ള ദൈവത്തിനെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ജീവനില്ലാത്ത ദൈവങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? അതും ജീവനില്ലാത്ത ദൈവങ്ങൾക്കാണ് ജീവനില്ലാത്ത ആലയം, ജീവനില്ലാത്ത ദൈവങ്ങൾക്കാണ് ജീവനില്ലാത്ത വിഗ്രഹം. എന്നാൽ വിഗ്രഹത്തിൽ വസിക്കാത്ത, ആലയത്തിൽ ഒതുങ്ങാത്ത ഒരേ ഒരു ദൈവം, അവനാണ് പ്രപഞ്ച സൃഷ്ടാവായ യഹോവയായ ദൈവം. എന്നെ സൃഷ്ടിക്കുന്ന സ്നേഹിതന്മാരെ, ഈ ഒരു കുശവനാണ് കുടം വനയുന്നത്. ഒരു കുശവൻ കുടത്തിൽ ഒതുങ്ങുമോ? അങ്ങനെയെങ്കിൽ പ്രപഞ്ചമെന്ന മഹാസൗധം പടുത്തുയർത്തിയ പെരുന്തച്ഛനായിരിക്കുന്ന ഈശ്വരൻ കേവലം 4 മതിൽക്കെട്ടുകൾക്കുള്ള ഒതുങ്ങുമോ? അതുകൊണ്ടാണ് സർവ്വവ്യാപിയാണ് ദൈവം. ഈ സത്യത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് അഥവാ അഥേനിയായി പ്രസംഗിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യനായി തീർന്ന ക്രിസ്തുവിന്റെ ദർശനം ലഭിച്ച ആ പൗലോസ് എഴുതി വെച്ച് ഇപ്രകാരമാണ്, ലോകവും അതിന്റെ സമസ്തവും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയാലും വസിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇന്ന് കാണുന്ന പടുകൂറ്റം പള്ളികളിലും ക്ഷേത്രങ്ങളിലും മോസ്കുകളിലും ഒതുങ്ങുന്നവനല്ല ഞാൻ പ്രസംഗിക്കുന്ന, ബൈബിൾ പ്രഖ്യാപിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ യഹോവയായ ദൈവം. ആ യഹോവയായ ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചു എന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, കണ്ടാലും ഞാൻ ഹൃദയവാതിൽ മുട്ടുന്നു, ആരെങ്കിലും ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുമെന്നാണ്. ജീവനുള്ള ദൈവത്തിനെ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ജീവനുള്ള ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ സൃഷ്ടി കാരണം എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യന്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട്, അഥവാ ദൈവവും മനുഷ്യൻ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ജീവനുള്ള ദൈവത്തിന്റെ മനുഷ്യാവതാരമായി ക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഇതാ നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുട്ടുന്നു, ആരെങ്കിലും ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ
എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, ഈ ജീവനുള്ള ദൈവമായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ ഇതിൽ മദ്യപിക്കാൻ പറ്റുമോ? പുകവലിക്കാൻ പറ്റുമോ? വ്യഭിചരിക്കാൻ പറ്റുമോ? പിടിച്ചു പറിക്കാൻ പറ്റുമോ? കൊലപാതകം ചെയ്യാൻ പറ്റുമോ? എന്ന് പറഞ്ഞ അധർമ്മ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുമോ? എന്നാൽ ഇവിടെ ഏത് മതത്തെ നിങ്ങൾക്ക് പരിശോധിച്ചാലും ഇതെല്ലാം ചെയ്തിട്ട് ശനിയാഴ്ച വരെ മദ്യപിച്ച് കിടന്നിട്ട് അവസാനം ഞായറാഴ്ച കുർബാനയ്ക്ക് ചെന്ന് വിശുദ്ധനായി സത്യം മുണ്ടുവിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ലേ? ഒരു കാലഘട്ടത്തിൽ ഞാനും അങ്ങനെയായിരുന്നു. എന്നാൽ യഥാർത്ഥ യേശു ക്രിസ്തു ഉള്ളത്തിലേക്ക് വന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു കാരണവശാലും പാപത്തിൽ തൊടുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തു മതം മാറ്റുന്നവനല്ല, മനുഷ്യനെ മാറ്റുന്നവനാണ്, മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കുന്നവനാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ദൈവമെന്ന് എന്തുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവനെ പോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്ന് മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന, സമാധാനം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, സ്നേഹം കൊടുക്കുന്ന, പ്രത്യാശ കൊടുക്കുന്ന, നിത്യജീവൻ കൊടുക്കുന്ന ഒരു വ്യക്തി പ്രഭാവം ആരുണ്ട് പ്രിയരെ? അതുകൊണ്ടാണ് ഇതൊരു മതത്തിന്റെ സന്ദേശമല്ല, മഹാദൈവത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശമാണ്. ആ മഹാദൈവമായിരിക്കുന്നവൻ, സൃഷ്ടി ദൈവമായിരിക്കുന്നവൻ, സർവസൃഷ്ടാവായിരിക്കുന്നവൻ എന്തിനാണ് ഭൂമിയിലേക്ക് അവതരിച്ചത്? എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ബൈബിൾ വായിക്കണം. ബൈബിളിൽ പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെയായാൽ നരകശിക്ഷയിലേക്ക് പോകുന്ന മനുഷ്യ രക്ഷിപ്പാൻ ആർക്ക് കഴിയും? മനുഷ്യരെല്ലാം മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളെല്ലാം ദൈവങ്ങളെ സൃഷ്ടിച്ചു. അവതാര പുരുഷന്മാരും മരണം കൊണ്ട് അവസാനിച്ചു. പ്രസിദ്ധനായ ഹോമറും സമർത്ഥനായ സീസറും പ്രസിദ്ധിയേറ്റ സോളമൻ തുടങ്ങിയ വിജ്ഞന്മാരെല്ലാം മരണം കൊണ്ട് അവസാനിച്ചു പോയിരിക്കുന്നു. ഇനി മരണത്തിന് രക്ഷിപ്പാൻ ആർക്ക് കഴിയും? അതുകൊണ്ടാണ് പത്രോസ് ചോദിച്ചു, ഇങ്ങനെയായാൽ ഈ മരണകരമായ നിത്യമായിരിക്കുന്ന ന്യായവിധിയിലൂടെ നിത്യ നരകമാവുന്ന രണ്ടാം മരണത്തിലേക്ക് പോകുന്ന, നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരെ രക്ഷിപ്പാൻ ആർക്ക് കഴിയുമെന്നാണ് ചോദ്യം. ഉത്തരം യേശു ക്രിസ്തുവിന്റെ മത്തായി 19 അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. അതുകൊണ്ടാണ് ദൈവത്തോടുകൂടെ ദൈവമായിരുന്നവൻ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിനെ കുറിച്ച് ഫിലിപ്പ് ലേഖനം 2 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യനായിത്തീർന്ന പൗലോസ് ഇപ്പോൾ എഴുതുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കണം വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്തു. വേഷത്തിൽ മനുഷ്യനായി പോരാം. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവൻ മരണത്തോളം പോരാം. അവൻ ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ന്നിറങ്ങി. എന്തുകൊണ്ടാണ് ഒരു ക്രൂശ് മരണം യേശു ക്രിസ്തു സ്വീകരിച്ചത്? സമയക്കുറവിനെ ചുരുക്കി പറയാൻ പ്രിയരെ, മരണം മനുഷ്യനെ വിധിച്ചിരിക്കുന്നതാണ്. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അഥവാ ശാസ്ത്രം പറയും അത് പ്രകൃതിയുടെ വികൃതി എന്ന്. എന്നാൽ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ മതങ്ങൾ മൗനം ദീക്ഷിക്കും. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനെന്നോട് ഉത്തരം പറഞ്ഞ പ്രപഞ്ചത്തിൽ ഗ്രന്ഥമുണ്ടെങ്കിൽ അതാണ് സത്യഗ്രന്ഥമായ ബൈബിൾ. റോമർക്കെഴുതിയ ലേഖനം 6 അധ്യായത്തിന്റെ 23 വാക്യം പറയുന്നത്, പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപത്തിന്റെ ശമ്പളമായ മരണം. ആ മരണത്തിന്റെ അഥവാ ജഡകീയ മരണം എന്ന് പറയുന്നത് ഈ സാധാരണ ഭൗതിക തലത്തിലെ മരണമാണ് പ്രിയരെ. എന്നാൽ യഥാർത്ഥ മരണം എന്ന് പറയുന്നത് നാം ഈ പറയുന്ന മരണമല്ല. ഇതിനപ്പുറത്ത് നിത്യമായൊരു മരണമുണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിന്റെ 13 താഴോട്ടുള്ള വാക്യങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, അതിലൊരുത്തി ഇരിക്കുന്നു കണ്ടു. അവൻ ആകാശഭൂമി ഓടിപ്പോയി. മരിച്ച പ്രഭാതവൃത്തം ആ സിംഹാസനം നിൽക്കുന്നു കണ്ടു. ഏത് വമ്പനും കൊമ്പനും തമ്പുരാനും ഒരുപോലെ കമ്പം പിടിപ്പിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധി, ന്യായവിധി. ആ ന്യായവിധി ദിവസത്തിൽ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം ഒരു പുസ്തകം തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏത് മനുഷ്യനെയും തീ പൊയ്കയിൽ തള്ളിയിടും. സ്നേഹിത, ഒരുപക്ഷെ നിനക്ക് പാർട്ടിയിൽ പേരുണ്ടായിരിക്കാം, നിനക്ക് മതത്തിന്റെ അഥവാ ഏടുകളിൽ പേരുണ്ടായിരിക്കാം. ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ നിനക്ക് സംഭവിക്കാൻ പോകുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. ഈ തീ പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അതിഭീകരമായിരിക്കുന്ന, നിത്യമായി കത്തിക്കൊണ്ടിരിക്കുന്ന, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നിത്യമായ നരകമെന്ന് യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. എന്നെ ശ്രദ്ധിക്കാൻ സ്നേഹിത, ആ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ട് പാപികളുടെ രക്ഷകൻ എന്ന ലോകത്ത് അവകാശപ്പെട്ടു എന്ന് ചോദിച്ചാൽ, മറ്റേത് അവതാര പുരുഷന്മാരെ എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. അല്ലയോ, എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചാൽ അവരെല്ലാം ഇന്നുവരെ അവകാശപ്പെട്ടിരിക്കുന്നത് പരിത്രാണായ സാധൂനാവിനാശായ ചതുഷ്കൃതം, പാപികളെ കൊന്നൊടുക്കി നീതിമാന്മാർ രക്ഷിപ്പാൻ വന്നു എന്നാണ്. ചോദിക്കൂ നിങ്ങൾ ക്രിസ്തുവിനോട്, അല്ലയോ ക്രിസ്തു അങ്ങെന്തിനാണ് വന്നത്? യേശു ക്രിസ്തു പറയുകയാണ്, പരിത്രാണായ ദുഷ്കൃതം, പാപിയെ രക്ഷിപ്പാൻ ലോകത്ത് വന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്നോ
നമ്മുടെ അവതാര പുരുഷൻ ഈ ഭൂമിയിൽ അവതരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പാപിയെ രക്ഷിപ്പാൻ പാപമില്ലാത്തവനായി പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് വചനം ശരീരമായി ജന്മപാപമില്ലാതെ ജനിച്ച ഒരേ ഒരുവൻ, അവനാണ് പാപികളുടെ രക്ഷകനായി തീരുവാൻ യോഗ്യനായ വ്യക്തി. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ലല്ലോ. പാപം ചെയ്യാത്ത ക്രിസ്തു എങ്ങനെ മരിക്കും? ന്യായമായൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ഖുർആനിൽ 114 സൂറത്ത് വിരുദ്ധമായി ഖുർആൻ 6666 വാക്യങ്ങൾ ഖുർആൻ പരിശോധിച്ചാൽ ആ ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 4 സൂറത്ത് 157 ആയത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈസാ നബിയെ ക്രൂശിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അള്ളാഹു സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ ഈസാ നബിയെ ക്രൂശിച്ചിട്ടില്ല എന്നാണ് അവരുടെ പണ്ഡിതമതം. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ സഹീഹുൽ ബുഖാരി വായിച്ചു. സഹീഹുൽ ബുഖാരിയിൽ പറയുന്നത് ഇബ്ലീസിനാൽ കുത്തപ്പെടാത്ത ഏക നബി ഈസാ മാത്രമാണ്. അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾ പരിശോധിച്ചാൽ 3 സൂറത്ത് 145 ആയത്തുകൾ വായിക്കുമ്പോൾ അള്ളാഹയുടെ റൂഹിനാലും കൽമയാലും കലമത്തുള്ളയാൽ പുരുഷബന്ധം കൂടാതെ ഭൂമിയിൽ ജനിച്ചവനാണ് ഈസു മസിഹ. ഈസു മസിഹ അങ്ങനെ ജനിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് 1,25,000 നബിമാരുണ്ട്. ആ 1,25,000 നബിമാരിൽ 25 പ്രധാനപ്പെട്ട നബിമാരുണ്ട്. അതിൽ ഇന്നോളം ഇബ്ലീസിനാൽ കുത്തപ്പെടാത്ത ഏക നബി ഈസ എന്ന് മുഹമ്മദ് നബി പോലും സാക്ഷീകരിച്ച ഒരു അവതാര പുരുഷനുണ്ടെങ്കിൽ അവനാണ് വെളിപ്പെട്ട ദൈവമുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഇസ്ലാം സഹോദരന്മാർ പറയുന്നത് ഒരു കാരണവശാൽ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊല്ലുക അസാധ്യമാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ച് കൊല്ലും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ആകസ്മികമായ മരണമല്ല ക്രിസ്തുവിൻ്റെത്. ആയിരക്കണക്കിന് ആണ്ടുകൾക്കപ്പുറത്ത് യേശു ക്രിസ്തു എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ മരിക്കും, എങ്ങനെ അടക്കപ്പെടും, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, എങ്ങനെ സ്വർഗാരോഹണം ചെയ്യും, എങ്ങനെ സ്വർഗത്തിൽ മടങ്ങി വരും, എങ്ങനെ ഭൂമിയെ ഭരിക്കും, എങ്ങനെ നിത്യതയിൽ സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ദൈവമായിരിക്കും, ഇത്യാദി കാര്യങ്ങളെല്ലാം ആയിരക്കണക്കിന് ആണ്ടുകൾക്കപ്പുറത്ത് ദൈവ തിരുവെഴുത്തിന് നിവൃത്തിയെന്നോണമാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വരിക മാത്രമല്ല ചെയ്തത്, ജന്മഭാവമില്ലാത്ത ക്രിസ്തു. ആ ജന്മഭാവമില്ലാത്ത ക്രിസ്തു എന്തിനും അനുഭവിച്ചാൽ മരണം കൊണ്ട് മർത്യരായി പോകുന്ന മനുഷ്യൻ, മരണം കൊണ്ട് നരകത്തിന് വിധിക്കപ്പെട്ട ഭാവിയായ മനുഷ്യൻ ഈ നിത്യമരണത്തെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവമായിരുന്നവൻ ഇവിടെ പാപമില്ലാതെ മനുഷ്യനായി അവതരിച്ചത്. അപ്പോൾ ചോദിക്കാം, അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ലല്ലോ? ഇല്ല പ്രിയരെ, ചെയ്തിട്ടില്ല. 6 കോടതികളാണ് വിസ്തരിച്ചത്. ലോകത്തെ ശത്രുക്കളുടെ കോടതി ഇന്നോളം വിസ്തരിച്ച് നീതിമാനെന്ന് വിധി എഴുതിയ ഒരു വ്യക്തി പ്രഭാവമുണ്ടെങ്കിൽ അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനെ വിസ്തരിക്കുകയാണ്. ആദ്യം 3 മതക്കോടതികൾ വിസ്തരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം റിട്ടേർഡ് ഹന്നാവ് എന്ന മഹാപുരോഹിതൻ വിസ്തരിച്ചു. ഒരു തെറ്റും യേശു ക്രിസ്തുവിൽ തെളിയിക്കാൻ കഴിയില്ല. വീണ്ടും ആ രണ്ടാമത്തെ ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോപ്പിന്റെ സ്ഥാനത്തിരിക്കുന്ന ഈ ഭൂതന്മാരുടെ മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതനും വിസ്തരിച്ചു. ക്രിസ്തുവിൽ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും നാം അറിയുന്ന പോലെ അഥവാ സന്നിധി സംഘം എന്ന് പറഞ്ഞാൽ ഈ എബ്രായരുടെ ഏറ്റവും വലിയ മതക്കോടതി, ഇസ്രായേലിന്റെ മതക്കോടതി വിസ്തരിച്ചിട്ട് പറഞ്ഞു ഇവനിൽ മരണകരമായ ഒരു കുറ്റവും കാണുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, വീണ്ടും സിവിൽ കോടതിയിലേക്ക് വന്നു. സിവിൽ കോടതിയിൽ അന്നത്തെ റോമൻ ഗവർണറായ പീലാത്തോസ് വിസ്തരിച്ചിട്ട് പറഞ്ഞു ഇവൻ നീതിമാനാണ്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. നേരെ ഗലീലായിലെ രാജാവ് ഹെറോദാസിന്റെ അടുക്കലേക്ക് അയച്ചു. ഹെറോദാസും വിസ്തരിച്ചില്ലേ, ഒരു തെറ്റും കാണാൻ കഴിയില്ല. വീണ്ടും പീലാത്തോസിന്റെ അടുക്കലേക്ക് അയച്ചു. പീലാത്തോസ് വീണ്ടും വിസ്തരിച്ചിട്ട് പറഞ്ഞു എനിക്ക് നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല. ലോക ചരിത്രത്തിൽ ഇന്നുവരെ നീതിമാന്റെ രക്തമുണ്ടെങ്കിൽ അതാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവന്റെ രക്തത്തിന്റെ ഉടമ, നിത്യജീവന്റെ രക്തത്തിന്റെ ഉടമ, പാപമില്ലാത്ത രക്തത്തിന്റെ ഉടമ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ വിസ്തരിക്കുമ്പോൾ റോമൻ ഗവർണറുടെ ഭാര്യ ഒരു കത്ത് കൊടുത്തയച്ചു, നിങ്ങൾ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നീതിമാൻ എന്നാണ് അവിടെ സാക്ഷീകരിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ദ്രവ്യാഗ്രഹം കൊണ്ട് തന്റെ സ്വന്തം ഗുരുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസ് എന്ന
ആ കൊടും കുറ്റവാളി പോലും പറഞ്ഞത്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നിരിക്കുന്നത്, കുറ്റമില്ലാത്ത രക്തത്തിനുടമ യേശു ക്രിസ്തു മാത്രമാണ് പ്രിയരെ എന്ന് പറഞ്ഞ രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ഈ ലോകത്തിന്നോളം പാപമില്ലാതൊരു ജീവനുണ്ടെങ്കിൽ, ഒരു ജീവനമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ മാത്രമാണ്. അതുകൊണ്ടാണ് അവനോടുകൂടെ 2 കള്ളന്മാർ ക്രൂശിൽ തൂക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കള്ളൻ ഇപ്പോൾ വിളിച്ചു പറയുകയാണ്, നാമോ ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്, ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. ലോക ചരിത്രത്തിലൊന്നും വരെ അരുതാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ഒരേ ഒരുവൻ, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ റോമൻ സുതാധിപൻ വിളിച്ചു പറയുകയാണ്, ഇവൻ വാസ്തവമായി നീതിമാനാണ്. അവനെ അനുഗമിച്ച പത്രോസ് 3 വർഷക്കാലം ഞങ്ങൾ അങ്ങനെ പരിശോധിച്ചിട്ട് അവൻ പാപം ചെയ്തിട്ടില്ല. അവനെ പരിശോധിച്ച പൗലോസ്, ഈ തർസോസുകാരൻ ശൗൽ എന്ന ക്രിസ്തുവിന്റെ ശിഷ്യനായ പൗലോസ് പറയുകയാണ്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. യോഹന്നാൻ എന്ന ശിഷ്യൻ പറയുകയാണ്, അവനിൽ പാപമില്ല. പാപം ചെയ്യാത്ത, പാപമറിയാത്ത, പാപമില്ലാത്ത ശത്രുക്കളെ ഓടിഞ്ഞു പോലും നിസ്തൂലമായ വ്യക്തിത്വമെന്ന്, നിർമ്മലെന്ന വ്യക്തിയെന്ന് ലോകത്ത് വിധിയെഴുതിയ അല്ലയോ ക്രിസ്തു, അങ്ങെന്തിനു മരിക്കണം? ഇതാണ് ചോദിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഇസ്ലാം സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, യേശു ക്രിസ്തു എന്തുകൊണ്ട് മരിച്ചു എന്ന് ചോദിച്ചാൽ, സുകുമാരഴിക്കോട് തത്വമസി എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയുടെ വടക്ക് മുതൽ തെക്ക് വരെ അർക്കപ്പെട്ട പശുക്കളുടെ ധൂമം കൊണ്ട് ഇന്ത്യയുടെ അന്തരീക്ഷത്തിന്റെ മെഗാവൃതമായില്ലേ യാഗം കഴിച്ച് നിയമം ചെയ്യണം. ആ യാഗം എന്ന് പറയുന്നത് കാൽവരിയിലെ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥമാണ്. ഇസ്ലാം സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ഖുർആനിൽ അംഗീകരിച്ചിരിക്കുന്നത് ഈസായി കൊടുത്ത ഇഞ്ചീലും മൂസായി കൊടുത്ത തൗറാത്തും ദാവീദിന്റെ സബൂറും പൂർവ്വവേദങ്ങൾ എന്നല്ലേ? അതിലെന്തിനാണ് ആദം നബി യാഗം കഴിച്ചത്? എന്തിനാണ് നൂഹ് നബി യാഗം കഴിച്ചത്? എന്തിനാണ് ഇബ്രാഹിം നബി യാഗം കഴിച്ചത്? എന്തിനാണ് അയ്യൂബ് നബി യാഗം കഴിച്ചത്? ഈ യാഗങ്ങളെല്ലാം കാൽവരിയുടെ ക്രൂശിൽ മാനവരക്ഷയ്ക്ക് വേണ്ടി പ്രാണനാർത്ഥം കാൽവരിയുടെ ക്രൂശിൽ മഹായാഗമാവുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തെ കുറിച്ചാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അതുകൊണ്ടാണ് പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കുമോ? മരിക്കില്ല. പാപം ചെയ്യാത്ത ക്രിസ്തു എങ്ങനെ മരിച്ചു? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഏകദേശം രാത്രി 1 മണിയോടടുത്ത സമയത്ത് ഒരു വലിയ സംഭവം നടക്കുകയാണ്. ഗെത്സമന എന്ന തോട്ടത്തിൽ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല. ഈ ഭൂമിയിലുള്ള ഏതൊരു പാപിയായ മനുഷ്യനും ഇവിടുത്തെ പാപത്തെ പാലുപോലെ ആസ്വദിച്ച് ജീവിച്ച് അവസാനം മരണശേഷം ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ നേർച്ച കാഴ്ച വഴിപാടുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിത, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം കുടിക്കുന്ന ജീവൻ, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കാണുന്ന പ്രകാശം, ഇതെല്ലാം തന്ന ദൈവത്തിന് മനുഷ്യന്റെ നേർച്ച കാഴ്ചകൾ വേണോ? അതുകൊണ്ടാണ് മലയാളത്തിന് മധുരവായുടെ ചങ്ങമ്പുഴ ഈ ഭാഗം ബൈബിൾ വായിച്ചിട്ട് എഴുതി. അപ്പോസ്തലപ്രവൃത്തി 17-ാമത്തെ 26-ാം വാക്യം അവിടെ പറയുന്നു, മനുഷ്യനാൽ ദൈവം അതോടെ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഇവിടുത്തെ മതങ്ങളായ ദൈവങ്ങൾക്കെല്ലാം ഇവിടെ നേർച്ച കാഴ്ച വഴിപാടുകൾ വേണം. എന്നാൽ ജീവനുള്ള ദൈവമായിരിക്കുന്ന, പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന ഈ ജീവിക്കുന്ന ദൈവത്തിന് നേർച്ച കാഴ്ച വഴിപാടുകൾ വേണ്ട പ്രിയരെ. അതുകൊണ്ടാണ് ഈ ഭാഗം മലയാളത്തിന് മധുരവായി ചങ്ങമ്പുഴ വായിച്ചു. ചങ്ങമ്പുഴ വായിച്ചിട്ട് അർത്ഥവത്തായ ഒരു കവിത എഴുതി. ആ കവിത ഇപ്രകാരമാണ്: 2 തുട്ടേകിയിൽ ചുണ്ടിൽ ചിരുവരും തെണ്ടിയല്ലേ മനം തീർത്ത ദൈവം, പാൽ പായസുമേകി സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുന്നവൻ എന്ത് ദൈവം, കുർബാന ഏകിയിൽ കൂസാദഭാവിയിൽ കൂറ് കാണിക്കുന്നവൻ എന്ത് ദൈവം. ചോദിച്ചത് ചങ്ങമ്പുഴയാണ്. മലയാള മണ്ണല്ലേ, വിദ്യാസമ്പന്ന നാടല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ പണത്തുട്ടുകൾക്ക് മോക്ഷക്കച്ചവടം കൊടുക്കുന്ന ദൈവം ഒരു ദൈവമാണോ? മതം നിങ്ങളെ ചൂഷണം ചെയ്യുകയല്ലേ? മതം മനുഷ്യനെ മയക്കുന്ന കറപ്പെന്ന് കാർൽ മാർക്സ് പറഞ്ഞത് എത്രയോ സത്യമാണ് പ്രിയരെ. അതുകൊണ്ടാണ് മതമല്ല, മനുഷ്യനെ രക്ഷിക്കുന്നത് ദൈവമാണ്. ആ ദൈവമായ ക്രിസ്തു പറയുകയാണ്, പിതാവേ, നിന്റെ ഹിതം നിറവേറട്ടെ. എന്താണ് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിപിതാവായിരിക്കുന്ന സ്നേഹസ്വരൂപനായിരിക്കുന്ന ദൈവത്തിന്റെ ഹിതം? നാം എല്ലാവരും പാപമോചനത്തോടെ കഴിയണം. ഞാൻ ചോദിച്ചോട്ടെ, മതങ്ങൾ എങ്ങനെയാണ് വിശുദ്ധനെ പ്രഖ്യാപിക്കുന്നത്? മതങ്ങൾ വിശുദ്ധനെ പ്രഖ്യാപിക്കുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം പാപിയാണ്, പാപിയാണ്, പാപിയാണെന്ന് പറഞ്ഞ് പാപത്തിന് മോചനം കൊടുക്കുവാനായി ആദ്യം ജന്മപാപം നീക്കുവാൻ മാമോദീസ സ്വീകരിക്കും. അത് കഴിഞ്ഞ ശേഷം നമുക്കറിയാം ആത്മകുർബാന കൈക്കൊള്ളും. അത് കഴിഞ്ഞ് വീണ്ടും നാം അറിയുന്ന പോലെ ആണ്ടുകുംഭസാരങ്ങൾ നടത്തും. അതിനുശേഷം എല്ലാ മതകർമ്മങ്ങളും കുർബാനകളെല്ലാം കഴിഞ്ഞ് അവസാനം
ഒരു മനുഷ്യൻ മരിക്കാറാകുമ്പോൾ അന്ത്യകുദാശ കൊടുക്കും. അപ്പോഴും പറയും ഈ പാപിയുടെ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന്. ഞാൻ ചോദിച്ചിട്ട്, മരിച്ചിട്ട് ഈ പാപിക്ക് ഇവരുടെ പ്രാർത്ഥന കൊണ്ട് മാറ്റം വന്നുവെങ്കിൽ പിന്നെ ഇവിടെ മരണശേഷം ഒരു 40 എന്ന് പറയുന്ന ആ കർമ്മത്തിലൂടെ മനുഷ്യന് വേണ്ടി മോക്ഷപ്രാപ്തിക്ക് ശ്രമിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അന്ത്യകൂദാശ കൊടുത്ത ഒരു വ്യക്തി സ്വർഗത്തിലെത്തുമെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇവിടെ ആണ്ടുതോറും ബലികളും ആണ്ടുതോറും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ടാണ് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. അശുദ്ധരെ വിശുദ്ധനാക്കുവാൻ അവകാശം യേശു ക്രിസ്തുവിന് മാത്രമാണ്. ഇന്ന് നാം ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം 116ഓളം വിശുദ്ധന്മാരെ സൃഷ്ടിക്കുവാനാണ് ഇവിടുത്തെ അഥവാ ക്രൈസ്തവ മതത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. പോപ്പുമാർ മാത്രമാണ് വിശുദ്ധന്മാർ, അല്ലെങ്കിൽ അച്ഛന്മാർ മാത്രമാണ്. എങ്കിൽ പിന്നെ ഈ സാധാരണക്കാരായ മനുഷ്യർ എന്തിനാണ് ഈ മതത്തിന്റെ പുറകെ പോകുന്നത്? ഇവരെങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതാരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആ യേശു ക്രിസ്തു കാലുവരുടെ ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ മാനവരാശിയുടെ പാപം ഒന്നടങ്കം അവൻ ഏറ്റെടുത്തുകൊണ്ട് ഇതാ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്നാണ് ഒന്നാമത്തെ അപ്പോസ്തലനായ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഗെത്സമനയിൽ വെച്ച് മാനവരാശി ഒന്നടങ്കം പാപം യഹോവയായ ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തി. അങ്ങനെ പാപം ചുമത്തപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്, ആ കുഞ്ഞാട് പീലാത്തോസിന്റെ കരത്തളത്തിലേക്ക് നിങ്ങൾ നോക്കണം. കൈകൾ ബന്ധിക്കപ്പെട്ടവനായി ഏകദേശം 4 അടി പൊക്കമുള്ള ഒരു സ്തംഭത്തിലേക്ക് അവന്റെ ചേർത്ത് കെട്ടി പ്രിയരെ. അപ്പോൾ പോലെ വളഞ്ഞിരിക്കുന്ന ആ ശരീരത്തിലേക്ക് മഹല്യം എന്ന് പറയുന്ന റോമൻ ചാട്ട, ആ റോമൻ ചാട്ട എന്ന് പറഞ്ഞാൽ 6-7 എതിലുകൾ ഉണ്ട് അതിന്റെ തുമ്പത്ത്. എന്ന് പറഞ്ഞാൽ അതിഭീകരമായ മുറിവുകൾ ഉണ്ടാക്കുന്ന ചൂണ്ടക്കുളത്തുകളും എല്ലിൻ കഷങ്ങളും ഭീകരമായ ആയുധങ്ങളും തുന്നിപ്പിടിപ്പിച്ച ആ ഭയങ്കരമായിരിക്കും മഹല്യം എന്ന ചാട്ട കൊണ്ട് 2 ആരാച്ചാരന്മാർ അപ്പുറവും ഇപ്പുറവും നിന്ന് അവനെ അടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു കർഷകൻ തന്നെ നില മുഴുവൻ വരയ്ക്കുന്ന പോലെ അവന്റെ മേനി കീറി മുറിഞ്ഞത് എന്തെന്നറിയാമോ? നാം പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ പാതാളത്തിനാണായി നിത്യനരകത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവന്റെ ശരീരം അടിച്ചുഴാൽ പോലെ കീറപ്പെട്ടത്. അല്ലയോ കർത്താവായ യേശുവേ, അങ്ങെന്തിനാണ് ഭാരമേറിയ കുരിശു കയറിയത്? സ്നേഹിത, ഞാനൊന്ന് ചോദിച്ചോട്ടെ, പാപിയാണെന്ന് പറഞ്ഞ് പാപത്തിന് മോചനം നേടുവാൻ നേർച്ച കാഴ്ച വഴിപാടുകൾ കഴിച്ചു, എല്ലാ മതകർമ്മങ്ങളും ചെയ്തു. അവസാനം മതാചാര്യന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന പോപ്പിന്റെ കുർബാനയ്ക്ക് പോയാലും അവസാനം പോപ്പ് ഒരു ആശീർവാദം പറയും, ബലഹീനനും മഹാപാപിയുമായി അടിയൻ അടുത്ത ബലിയർപ്പെടുമ്പോൾ ഉണ്ടാകുമെന്ന് അറിയില്ല, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പി എന്ന് പറഞ്ഞാൽ പാപത്തെ മോചനം കൊടുക്കുവാൻ ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അത് യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കെ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു. അല്ലയോ പ്രിയ സ്നേഹിതന്മാരെ, പരിശുദ്ധാത്മാവ് എന്ന് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ പാപത്തിന്റെ മുഴു ശിക്ഷയും 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഭാരമേറിയ കുരിശും പേറി അവനാ പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്നും ഇതാ ഗോകുൽത്തായിലേക്ക് നടന്നെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. പാപഭാരം അഥവാ പൈതൃകമായി ലഭിച്ച പാപഭാരം ഞാൻ അകത്യത്തിലൊരുവായി പാപത്തിൽ എന്റെ അമ്മയെന്നെ ഗർഭം ധരിച്ചു. പാപത്തിൽ ജനിച്ച മനുഷ്യൻ പാപത്തെ ആസ്വദിച്ച് പാലുപോലെ ആസ്വദിച്ച് പാപത്താൽ മാനസിക സത്യം അഥവാ യഥാർത്ഥ സന്തോഷം നഷ്ടപ്പെട്ട് ദുഃഖം നിറഞ്ഞ ജീവിതം മദ്യവും മയക്കുമരുന്നുമായി ലോകത്തിന്റെ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യ, ഈ മനുഷ്യന്റെ പാപഭാരം അവന്റെ പൈതൃകമായി കൈമാറി കിട്ടിയിരിക്കുന്ന വ്യക്തവും പിതൃപാരമ്പര്യമായിരിക്കുന്ന ആ ഭയാനകമായ പാപത്തിന്റെ ഭാരം, ആ ഭാരമാണ് അവൻ കാലുവരുടെ ക്രൂശിലേക്ക് അവൻ വീണും എഴുന്നേറ്റും. നമ്മുടെ ജീവിതത്തിന്റെ വീഴ്ചകൾ അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി അടിയേറ്റ് നടത്തപ്പെട്ട ഒരേ ഒരുവൻ. അവൻ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും റോമൻ ചാട്ടവാറുകൾ അവന്റെ മേൽ ആഞ്ഞാഞ്ഞു പതിക്കും. എന്റെ സ്നേഹിത, ഒരു ചോരക്കളമായി മാറി പീലാത്തോസിന്റെ കൽത്തളം. അവിടുന്ന് കൊണ്ട് തീർന്നില്ല. അവിടുന്ന് പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാലുകളുടെ ക്രൂശ് വരെ നിങ്ങൾ പരിശോധിച്ചാൽ അടിച്ചു നടത്തിയ
നോക്കിയപ്പോൾ തെറിച്ചു വീണ ചോരത്തുള്ളികൾ എന്റെയും നിന്റെയും പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തുകൊണ്ട് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. മറന്നു പോകരുത്, അവന്റെ തിരുക്കരങ്ങളിൽ എന്തുകൊണ്ട് കാരിരുമ്പാണി വെച്ചടിച്ചു എന്ന് ചോദിച്ചാൽ, അല്ലയോ കർത്താവായ യേശുവേ, അങ്ങ് അനേകർക്ക് അപ്പം നുറുക്കി കൊടുത്ത, അനേക കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ ആ സൗഖ്യദായക കരങ്ങളിൽ ആ കാരിരുമ്പാണി വെച്ചടിച്ചത് സ്നേഹിത എന്റെയും നിന്റെയും പാപപ്രവൃത്തികൾക്കാണ്. ഒരു മതപുരോഹിതനും ഒരു മത നേതാവും ഇന്ന് ഒരു രാഷ്ട്രീയ നേതാവും നിനക്ക് വേണ്ടി ഇതുപോലെ നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റിട്ടില്ല. അല്ലയോ സ്നേഹിത, അവന്റെ തലയിലേക്ക് നോക്കണം. രാജാതിരാജാവും കർത്താതി കർത്താവുമായ മഹാദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ തലയിലേക്ക് ഒരു മുൾമുടി വെച്ച് അടിച്ചിറക്കി. എന്താണ് കാരണം? മനുഷ്യന്റെ പാപം നിമിത്തം മുള്ളും പറക്കാരെയും മുളച്ചു ഭൂമിയിൽ. അങ്ങനെ ശാപത്തിന്റെ ഭയാനകമായിരിക്കുന്ന പാപത്തിന്റെ കിരീടം, ആ കിരീടം മനുഷ്യന് അഥവാ മനുഷ്യന്റെ പാപം. ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞ് കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാൻ കഴിയാത്ത, കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത ഊമ വിഗ്രഹങ്ങളോട് ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറയുന്ന മൗഢ്യനായ മനുഷ്യ. അപ്പോ നമ്മുടെ ക്രിസ്തുമതം പറയും ഇത് സാധാരണ വിഗ്രഹമല്ല, ഇത് തിരുസ്വരൂപമാണെന്ന്. ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ബൈബിളിൽ തന്നെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ കർത്താവ്, അത് തന്നെ എന്റെ നാമം, എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും എന്റെ നാമം മറ്റൊരുത്തൻ ഞാൻ കൊടുക്കില്ല, എന്റെ മഹത്വം എന്ന് പറഞ്ഞിരിക്കെ നിങ്ങളുടെ പള്ളികളിൽ കാണുന്ന വിഗ്രഹങ്ങൾ എങ്ങനെ ദൈവത്തിന്റെ രൂപങ്ങളാകും? അതുകൊണ്ടാണ് ദൈവത്തിന് ഒരേ ഒരു പ്രതിരൂപമേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് ദൈവ പ്രതിമയായ ക്രിസ്തു. ആ പ്രതിമയായ ക്രിസ്തു, ദൈവത്തിന്റെ ജീവിക്കുന്ന പ്രതിമയായ ക്രിസ്തു ഹൃദയമാകുന്ന അൾത്താരയിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുമ്പോഴാണ് ഒരുവൻ പുതിയ സൃഷ്ടിയായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, പാപിയായ മനുഷ്യനോടുകൂടെ പരിശുദ്ധനായ ദൈവത്തിന് വസിക്കണമെങ്കിൽ അവന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തണം. അതുകൊണ്ടാണ് മുൾമുടി ഏറ്റെടുത്ത് ആരാധിയുടെ മുറിവുകളേറ്റ് കർത്താവായ യേശു ക്രിസ്തു ആ കാലുകളുടെ ക്രൂശിൽ ഇപ്രകാരം എനിക്കും നിങ്ങൾക്കും വേണ്ടി കരഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. സ്നേഹിത, മറന്നു പോകരുത്. അവസാന നിമിഷം ഇവിടെ ജീവിച്ച് സുഖിച്ച് ജീവിച്ച് പാപത്തെ പാൽ പോലെ ആസ്വദിച്ച് അവസാനം മരിച്ച് നിത്യ നരകത്തിന്റെ കവാടത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാം കണ്ടങ്ങളിൽ നിന്ന് അവസാന ദീനലോധനം. ആ ദീനലോധനമാണ് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഇതാ മനുഷ്യാവതാരം ചെയ്യുന്ന മഹാദൈവത്തിന്റെ സ്നേഹസ്വരൂപനായ ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി കരയുകയാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. അത്രമാത്രം അലറിക്കരഞ്ഞുകൊണ്ട് അവൻ ഇപ്രകാരം പറഞ്ഞു, തെറ്റലസ്റ്റോയ്, നിവൃത്തിയായി. അല്ലയോ പിതാവേ, മാനവരാശിക്ക് അങ്ങ് വിധിച്ചിരിക്കുന്ന നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ ഇതാ ആകാശഭൂമികൾക്ക് മധ്യേ 3 നാളുകളിൽ തൂങ്ങുന്നുകൊണ്ട് നീണ്ട 6 മണിക്കൂറുകൾ കടലും പുഴയും സൂക്ഷിച്ചു ചെയ്യും. എനിക്ക് ദാഹിക്കുന്നു എന്നൊരു ദാഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ തന്റെ ദേഹമെന്ന് തിരശീല ചിന്തി പിതാവിന്റെ കൈകളിലേക്ക് തന്റെ പ്രാണനെ സമർപ്പിച്ചപ്പോൾ ലോകത്തിനോളം നടന്ന സർവയാഗങ്ങൾക്കും പരിസമാപ്തി വരുത്തിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം അത് അംഗീകരിച്ചു. എങ്ങനെ അറിയാം? അവന്റെ പ്രാണൻ പിതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കല്ലറകൾ തുറക്കപ്പെട്ടു. ഇന്ന് വരെ സത്യാന്വേഷികളായിരിക്കുന്ന മനുഷ്യർക്ക് മധ്യതയിൽ അവസാനിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം പാപിയായ മനുഷ്യന് പുനരുദ്ധാനം കൊടുക്കുവാൻ കഴിയുന്ന മരണ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവരീന്റെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പരമയാഗം. ആ യാഗം പിതാവ് അംഗീകരിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കൾ തുറക്കപ്പെട്ടു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ജെറൂസലേം ദൈവാലയത്തിന്റെ തലശീല മുഹമ്മദ് അടിവരെയും കീറിപ്പോയി എന്ന് പറഞ്ഞാൽ ദൈവം മോശയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് ഇന്നോളം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഒരേ ഒരു ദൈവാലയം. ബാക്കി ലോകത്തുള്ള ദേവാലയങ്ങളാണ്. എന്നാൽ ഈ മഹാദൈവത്തിന് വേണ്ടി ഭൂമിയിൽ പണികഴിക്കപ്പെട്ട ദൈവാലയം, ആ ദൈവാലയത്തിൽ മഹാപുരോഹിതന്മാരും യാഗവും ബലിയും വഴിപാടും എല്ലാം നടക്കുമ്പോഴാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെത്തുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യഹൂദന്മാർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുളവാക്കിയത്, ഏറ്റവും ഭയന്നത് യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനത്തെയാണ്. എന്താണ്
എന്താണ് കാരണം? ഞങ്ങൾക്ക് വഴിപാടുണ്ട്, ഞങ്ങൾക്ക് യാഗമുണ്ട്, ഞങ്ങൾക്ക് മഹാപുരോഹിതനുണ്ട്, ഞങ്ങൾക്ക് അഥവാ ദൈവത്തിന്റെ ദൈവാലയമുണ്ട്. ആ ദൈവാലയം എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയരെ, ആ ദൈവാലയം നിർമ്മിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരമാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് പ്രാകാരം വരച്ചെല്ലാം അവിടെയാണ് ബലിപീഠം ഇരിക്കുന്നത്. അവിടെ യാഗാർപ്പണം കഴിഞ്ഞാൽ പുരോഹിതന്മാർക്ക് അതിവിസ്ഥലത്ത് കടന്നിയെല്ലാം അവിടെ നിന്ന് പിന്നെ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രമേ അഥവാ അതിവിസ്ഥലത്ത് കടന്നു ചെല്ലാൻ പാടുള്ളൂ. അതാണ് ദൈവിക വ്യവസ്ഥ. അതുകൊണ്ടാണ് അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ തന്നെ മഹാപുരോഹിതൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യ ആചാര്യത്വം കൈക്കൊണ്ട് അഹ്റോനും മോശയും ഒന്നിച്ച് ആ മഹാപുരോഹിതനായ അഹ്റോൻ സാധാരണക്കാരിടാത്തതും സാധാരണകളെ തയ്ക്കാത്തതും വിലയേറിയ പൊന്നുനൂല്, പട്ടുനൂല്, ധൂമ്രനൂല്, വിശിച്ചു നൂല് കൊണ്ട് നെയ്തതും നടുക്കെട്ട്, തലപ്പാവയ്യ, ബോധ, നീളക്കുപ്പായം, ചിത്ര തൈലുള്ള നിലങ്കി. അവിടെ കൊണ്ട് തീർന്നില്ല, ഓരോ തടങ്ങളിലും പതിച്ചിരിക്കുന്നത് രത്നക്കല്ലുകളാണ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല, കൊച്ചു കൊച്ചു മണികൾ അവിടെ അവന്റെ ഈ വസ്ത്രത്തോട് തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നു. എന്താന്ന് ചോദിച്ചാൽ പ്രാകാരത്തിൽ വരെ ജനത്തിന് ചെല്ലാം. അവിടെ 2 ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി ആ ആട്ടിൻകുട്ടിയുടെ തലയിലേക്ക് മഹാപുരുഷൻ കൈകൾ അണച്ചു വെച്ചിട്ട് പറയും, പാപത്തെ ഒരു ആട്ടിൻകുട്ടിയുടെ തലമേൽ ചുമത്തും, എന്നിട്ട് ആ ആട്ടിൻകുട്ടിയെ നേരെ മരുഭൂമിയിലേക്ക് അയക്കും. അതുകൊണ്ടാണ് ലോകത്തിന്റെ പാപം ചൊന്ന് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോർദാൻ നദീതടത്തിൽ നടന്നു വരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാട്. ദൈവ കുഞ്ഞാട് പാപം ഏറ്റെടുക്കുമെന്നും പാപപരിഹാരാർത്ഥം യാഗമായി തീരുമെന്നും അതിന്റെ നിഴലായിരുന്നു പ്രിയരെ ആ കുഞ്ഞാട്. എന്നാൽ രണ്ടാമത്തെ കുഞ്ഞാട്, ഊനമില്ലാത്ത കുഞ്ഞാട്, ആ കുഞ്ഞാടിനെ ബലിപീഠത്തിൽ ഇറക്കും. അത് പ്രാകാരത്തിലാണ്. അവിടം വരെ ജനത്തിന് ചെല്ലാം. അവിടുന്ന് രക്തവുമായിട്ട് മഹാപുരോഹിതൻ അതിവിസ്തരത്തെ കടന്നു ചെല്ലണം. ആ അതിവിസ്തരെ കടന്നു ചെല്ലുമ്പോൾ അവിടെ വലിയൊരു മരശീല ഇട്ടിട്ടുണ്ട്. ആ മരശീല എന്ന് പറയുന്നത് 70 അടി നീളവും 30 അടി വീതിയുമുള്ള 12 അടക്ക് ചണനൂലുകൊണ്ട് നിർമ്മിച്ച അതിശക്തമായ തിരശ്ശീലയാണ്. പാപിയായ മനുഷ്യന്റെ പാപം, ആ പാപിയായ മനുഷ്യൻ പരിശുദ്ധനായ ദൈവം ഇറങ്ങി വസിക്കുന്ന, ദൈവത്തിന്റെ ശക്തിയെ ഇറങ്ങി വസിക്കുന്ന അതിവിസ്ഥലം. ആ അതിവിസ്ഥലത്ത് നിന്ന് ആ പ്രകാശം ഈ പാപിയായ മനുഷ്യൻ തട്ടിയാൽ അവൻ മരിച്ചു പോകും. അതുകൊണ്ടാണ് ആ 4 ഇഞ്ച് കനമുള്ള ഈ 12 അടക്ക് തണനൂലുകൾ നിർമ്മിച്ച ആ തിരശ്ശീല ഇട്ടിരിക്കുന്നത്. ആ തിരശ്ശീലയാണ് പ്രിയരെ ക്രിസ്തുവിന്റെ ക്രൂശുമരണം പൂർത്തീകരിച്ചപ്പോൾ ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ അടിവരെയും കീറിപ്പോയി. എന്തുകൊണ്ടാണ് കീറിപ്പോയി എന്ന് ചോദിച്ചാൽ, സ്നേഹിത, ഇനി അവിടെ നോക്കിയാൽ ആരും മരിക്കില്ല. എന്താണ് കാരണം? അച്ചരിക ദൈവാലയത്തെ മാറ്റി ആത്മീയ ദൈവാലയം പണിതുകൊണ്ട് യേശു ക്രിസ്തു പുതിയ നിയമം സ്ഥാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പഴയ നിയമത്തിലെ പൗരോഹിത്യം നീക്കിക്കൊണ്ട് പഴയ നിയമത്തിലെ പൗരോഹിത്യവും നീക്കി. എന്താണ് കാരണം? ഇനി പാപങ്ങൾക്ക് വേണ്ടി യാഗം ആവശ്യമില്ല. എന്തെന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നത്, യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിന്റെ മോക്ഷപ്രാപ്തിയുള്ളവർക്ക് ഇനി പാപത്തിന് വേണ്ടി യാഗം ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അങ്ങനെയെങ്കിൽ ഈ മഹാപുരോഹിതൻ എപ്പോഴാണ് മാറ്റപ്പെട്ടത്? അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ സ്ഥാനവേള പരിശോധിച്ചാൽ മത്തായി 26-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വാക്യത്തിൽ ചോദിക്കുകയാണ്, നീ ദൈവത്വമായ ക്രിസ്തു തന്നെയോ? സന്നിധി സംഘത്തിന്റെ ജഡ്ജിമെന്റ് അഥവാ മഹാപുരോഹിതൻ തന്റെ സാധവസ്ത്രം ധരിച്ചുകൊണ്ടിതാ ജഡ്ജിമെന്റായ അഥവാ നിയമപീഠത്തിലിരിക്കുന്നു. അവൻ ചോദിക്കുകയാണ്, കൊണ്ട് ചോദിച്ചു, ഈ നസ്രേത്തുകാരനായ യേശുവിനോടാണ് ചോദ്യം, നീ വന്ധ്യനായ പുത്രന്റെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? യേശു ക്രിസ്തു മറുപടി മത്തായി 26:64, ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു അഥവാ ഇസ്രായേലി മഹാപുരോഹിതന് മനസ്സിലാകും. കാരണം മോശയോട് ദൈവം പറഞ്ഞു കൊടുത്താണ് ഞാനാകുന്നുവെന്ന്. അപ്പൊ അവിടെ കൊണ്ട് നിർത്തിയില്ല. യേശു ക്രിസ്തു തുടരുകയാണ്, ഇനി ദൈവപുത്രൻ മനുഷ്യന്റെ അഥവാ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരും നിങ്ങൾ കാണും. ഇന്ന് വരെ അലിയോ യഹൂദാ പുരോഹിതന്മാരെ ഇത്രമാത്രം ദൈവാലയം ഉണ്ടായിട്ട് ഇത്രമാത്രം യാഗങ്ങൾ നടത്തിയിട്ട് നിനക്കൊരു മനുഷ്യത്വവും സ്വർഗത്തിലെത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മർത്യനെയും അമർത്യനാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ കാൽവരിയുടെ കുരിശിൽ മാനവരാശിക്ക് വേണ്ടി യാഗമായി തീർന്നാൽ ഞാൻ മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോകും. ഞാൻ അതിനാണ് മനുഷ്യത്വം എടുത്തിരിക്കുന്നത്. മക്കൾ ജഡക്കണമാകിയാൽ അവനും അവരെ പോലെ ജഡക്കനോട് വന്നുവെന്ന് എബ്രായർ 2-ാം അധ്യായത്തിൽ 14-ാം വാക്യം പറയുമ്പോൾ, അവൻ മരണാധികാരി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ, മർത്യരെ മനുഷ്യരെ ഇതാ അമർത്യത കൊടുക്കുവാൻ കഴിയുന്ന അനശ്വര ഈശ്വര പുരുഷ വിശേഷമായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ പ്രഖ്യാപന സമയത്ത് മഹാപുരോഹിതൻ പറഞ്ഞു, ഇനി നമുക്ക് സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല.
ആവശ്യമില്ല. ഈ ക്രിസ്തു ദൈവദൂഷണം പറഞ്ഞിരിക്കുന്ന ആരോപിച്ചുകൊണ്ട് സ്നേഹിതന്മാരെ അവൻ സ്ഥാനവസ്ത്രം കീറിയെന്നാണ് അഥവാ മത്തായി 26:65 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ല. ആ കീറിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പരിശോധിച്ചു നോക്കണം. ദൈവത്തിന്റെ വചനം ആകാശഭൂമികൾ മാറിയാലും മാറ്റമില്ലാത്ത വചനം. ആ വചനം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പുരോഹിതനായി പഴയ പുരോഹിതനെ തെരഞ്ഞെടുത്തപ്പോൾ, അഹരോനെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം. ഈ അഹരോന്യ പൗരോഹിത്യത്തിന്റെ പഴയ പൗരോഹിത്യത്തിന്റെ അഥവാ ആ പൗരോഹിത്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ലേവ്യ പുസ്തകമാണ് പ്രിയരെ. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലും 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിക്കാൻ വിധിക്കപ്പെട്ടവനുമായവൻ തന്റെ സ്ഥാന വസ്ത്രം കീറാൻ പാടില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലേവ്യ 10-ന്റെ 6-ലും 21-ന്റെ 10-ലും രണ്ട് സാക്ഷികളെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പെന്ന് മോശക ന്യായപ്രമാണം പറഞ്ഞിരിക്കെ യേശുക്രിസ്തു വിസ്താരവേളയിൽ മഹാപുരോഹിതൻ തന്റെ സ്ഥാനവസ്ത്രം കീറിയപ്പോൾ അവിടെ കൊണ്ട് വസ്ത്രമിട്ട പൗരോഹിത്യം അവസാനിച്ചു. കാരണം ഇനിയൊരു യാഗത്തിന്റെ ആവശ്യമില്ല, ഇനിയൊരു കുർബാനയുടെ ആവശ്യമില്ല. എന്തേക്കുമുള്ള ബലി സമർപ്പണം ഇതാ ക്രിസ്തുവിൽ നിറവേറുന്നു. അതുകൊണ്ട് അല്ലയോ പുരോഹിതന്മാരെ, ഇനി നിങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു താനും തിരുവാമുഴിഞ്ഞു. പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 45 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനമൊക്കെയും കേൾക്കെ. പരസ്യമായിട്ട് ഞാൻ ഈ പ്രസംഗിക്കുന്നത് പോലെ തന്നെയാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത്. ജനമൊക്കെയും കേൾക്കെ താൻ തന്റെ ശിഷ്യന്മാരോട് നിലയെങ്കിയോടെ നടപ്പാനിച്ചിരിക്കുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങും, ഉപായങ്ങൾ ദീർഘമായി പ്രാർത്ഥിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും. മത്തായി 23:14 പറയുന്നു, അവരോ കടക്കുന്നില്ല, കടക്കാൻ പോകുന്നത് സമ്മതിക്കുന്നുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, നിലയെങ്കിലൂടെ നടക്കുന്നത് ആരാണ്? അങ്ങാടി ഈശോയെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണ്ടേ? അതുപോലെ പള്ളിയിൽ മുഖ്യാസനമാർക്കാണ്, അത്താഴത്തിൽ പ്രധാന സ്ഥലമാർക്കാണ്. അവരുടെ ദീർഘമായി പ്രാർത്ഥിക്കുകയും മനുഷ്യന് സ്വർഗരാജ്യം അടിച്ചുകളയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പൗരോഹിത്യം മാറ്റിക്കൊണ്ട്, യാഗത്തിന്റെ വ്യവസ്ഥ മാറ്റിക്കൊണ്ട്, തന്റെ പ്രിയപുത്രന്റെ ചങ്കിലെ ചോര കാലുമുറിയിൽ നൽകിക്കൊണ്ട് അവൻ തന്റെ പ്രാണനെ പിതാവിനെ ഏൽപ്പിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കട തുറക്കപ്പെട്ടു, ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുഖം അടിവരെയും കീറിപ്പോയി. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ ദൈവാലയം എന്ന് പറയുന്നത്. വായിക്കണം, തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം അക്ഷരിക കല്ലുകളാൽ പണിത ദൈവാലയമല്ല. പിന്നെയോ ദൈവത്തിന്റെ പുത്രൻ ആ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് നാം അവന്റെ അടുക്കൽ ചെന്നിട്ട് അവന്റെ കൂടെ വീണ്ടും ജനനം പ്രാപിച്ച് അങ്ങനെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. പുതിയ സൃഷ്ടികളായി തീർന്ന ദൈവത്തിന്റെ സഭ, രക്ഷിക്കപ്പെടുന്നവരെ കൂട്ടം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്തു. എങ്ങനെയാണ്? ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി പണിയപ്പെട്ടിരിക്കുന്നു. കല്ലും വെട്ടുകല്ലും സിമന്റും ഉപയോഗിച്ചല്ല, ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. ആ ക്രിസ്തുവിന്റെ ആത്മാവ് പാപി തന്റെ പാപം ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ അവനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു. സംശയമുള്ളവർക്ക് പരിശോധിച്ചു നോക്കാം. ബൈബിളിലെ ലേഖനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാർക്കാണ് പ്രിയരെ. നമ്മളെ പോലെ പാപികളായി ജീവിച്ച റോമിലെ ജനത ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ റോമിലെ വിശുദ്ധന്മാർക്ക് കൊരിന്തിലെ ജനത ഏറ്റവും അസഭ്യമായ രീതിയിൽ, അധാർമികമായ രീതിയിൽ വ്യഭിചാരത്തെ പോലും അഥവാ ഭക്തിയോടെ കണ്ടിരുന്ന കൊരിന്ത് എന്ന പട്ടണത്തിലെ അസന്മാർഗീയ ജനത ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ആ ജനതയെ അഥവാ സ്വർഗത്തിലെ ദൈവം പിടിച്ചിരിക്കുന്നത് കൊരിന്തിലെ വിശുദ്ധന്മാരാണ്. എഫെസോസിലെ വിശുദ്ധന്മാർ, തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർ, ഫിലിപ്പിയിലെ വിശുദ്ധന്മാർ എന്നതുപോലെ ഇന്ന് ക്രിസ്തുവിനെ ഇവിടെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയെയും സ്വർഗം നോക്കുന്നത്, ദൈവനീതി നോക്കുന്നത് കാൽവരുടെ ക്രൂശിലൂടെയാണ്. കാൽവരുടെ ക്രൂശിലൂടെ നോക്കുമ്പോൾ മാനവരാശിയുടെ അഥവാ ജന്മപാപം, കർമ്മപാപം, സമസ്ത പാപവും കാൽവരിയിൽ ചുമന്നൊഴിച്ച ദൈവ കുഞ്ഞാട് തെറ്റലസ്റ്റായി എന്ന് പറഞ്ഞ് തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, സൂര്യനുണ്ടപ്പോൾ, ഭൂമി കുലുങ്ങിയപ്പോൾ, പാറകൾ പിളർന്നപ്പോൾ, സഭകൾ തുറക്കപ്പെട്ടപ്പോൾ, ജെറുസലേം ദൈവാലയ തിരശ്ശീല മുകർന്ന അടിവരെ കീറിപ്പോയപ്പോൾ, സ്നേഹിത, മതങ്ങളെ വിട, ഇസങ്ങളെ വിട, തത്വചിന്തകളെ വിട,
കർമ്മകാണ്ഡങ്ങളെ വിട. ജീവിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ചവർ യഥാർത്ഥ വിശുദ്ധർ. അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു ക്രിസ്തു മടങ്ങി വരും. പ്രിയരെ, ഇനി വരുന്നത് ഒരു ക്രിസ്തു മതത്തെ ചേർക്കുവാനല്ല, ഒരു ഹിന്ദു മതത്തെ ചേർക്കുവാനല്ല, ഒരു ഇസ്ലാം മതത്തെ ചേർക്കുവാനല്ല, ഒരു ജൈന മതത്തെ സ്വീകരിക്കുവാനല്ല, ലോകത്ത് മതങ്ങളെ സ്വീകരിക്കുവാനല്ല. പിന്നെയോ മഹാദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വരൂപമായ ക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗം എനിക്ക് വേണ്ടി എന്ന് പരസ്യമായി അംഗീകരിച്ചുകൊണ്ട് കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഞാൻ ജീവിച്ചാൽ എന്റെ യേശു ക്രിസ്തുവിനായി ജീവിക്കുന്നു, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി പ്രവർത്തിക്കും, മരിച്ചാൽ ക്രിസ്തുവിനായി മരിക്കും. ക്രിസ്ത്യാനി എന്ന് പറയടാ, തല നിവർത്തി നിൽക്കടാ. എന്താ കാരണം? മരണത്തെ ഭയക്കാത്ത ഏക മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, പ്രസിദ്ധനായ ഹോമറും സമർത്ഥനായ സീസറും പ്രസിദ്ധിയേറ്റ സോളമൻ തുടങ്ങിയ വിജ്ഞരെല്ലാം മരണത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ മരണത്തെ ജയിച്ച മഹിമാധരനായ പുനരുദ്ധാനത്തിന്റെ പുത്തൻ പുലരിയിൽ മനുഷ്യനെ വീണ്ടും പുനരുദ്ധാനം ചെയ്യിക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പാപമോചനം ക്രിസ്തുവിനെ ജീവിച്ചിരിക്കുമ്പോൾ, അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്റെ ഹൈന്ദവ സഹോദരന്മാരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ മഹർഷന്മാർ അന്വേഷിച്ചതും പ്രാർത്ഥിച്ചതും അസത്യമയ, ഞാൻ തന്നെ സത്യമെന്ന് ക്രിസ്തു, മൃത്യോ മാം അമൃതം ഗമയ, ഞങ്ങൾ മരണത്തിലാണ്, ഞങ്ങൾ മൃതിയിലേക്ക് നയിക്കണം. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിനെ വിശ്വസിക്കുന്നു. മരണശേഷം അഥവാ മതങ്ങൾ ക്രിയകൾ ചെയ്ത് സ്വർഗത്തിൽ എത്തിക്കാമെന്ന് ഒരു ബൈബിൾ എഴുതിയിട്ടില്ല, ഒരു ഗ്രന്ഥത്തിലും അങ്ങനെ എഴുതിയിട്ടില്ല പ്രിയരെ. എന്നാൽ ജീവിച്ചിരുന്ന് പാപങ്ങൾ ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് ഈ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ പേർ പരിശുദ്ധാത്മാവ് ജീവഗ്രന്ഥത്തിൽ എഴുതും. ആ ജീവഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നവരെ ചേർക്കുവാൻ ഇനി സംഭവിക്കാൻ പോകുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും മഹാസംഭവം, ലോക സംഭവങ്ങൾ ഒന്നടങ്കം നിങ്ങൾ ഇന്ന് ബൈബിൾ ഒരു കയ്യിലും മറുകയിൽ വർത്തമാന പത്രവും വെച്ച് പരിശോധിച്ചാൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളൊന്നും അസംഭവ്യമല്ല പ്രിയരെ. ആയിരക്കണക്കിന് ആണ്ടുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ തീവാമൊഴിഞ്ഞതും പ്രവാചകന്മാരിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ തിരിവെഴുത്തിന്റെ നിവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് വിവരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഓരോന്നിടത്ത് വിവരിച്ച് ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന യാഥാർത്ഥ്യം ഈ ലോകത്തോട് വിവരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് ഈ സൂര്യനെ കടന്ന് ചന്ദ്രനെ കടന്ന് വാനഗോളങ്ങളെ താണ്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ക്രിസ്തുവിൽ ജനിച്ചവനെ ക്രിസ്തുവിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ക്രിസ്തുവിൽ ജനിക്കണമെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അവനാണ് പുതുതായി ജനിച്ചവൻ, അവനാണ് പുതിയ സൃഷ്ടിയായി. ഇന്നലെ വരെ മദ്യപിച്ച്, ഇന്നലെ വരെ പുകവലിച്ച്, ഇന്നലെ വരെ വ്യഭിചരിച്ച്, ഇന്നലെ പിടിച്ചുപറിച്ച് നാടിനും വീടിനും ലോകത്തിന് തന്നെ ഭീഷണിയായി നടന്ന മനുഷ്യൻ ഇതാ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ഒരു പുതിയ മനുഷ്യനായി. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവ് സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ വന്നപ്പോൾ അവനിനി മദ്യം വേണ്ട. മദ്യപാൻ സ്വർഗ്ഗരാജ് അവകാശമാക്കില്ലെന്ന് ബൈബിൾ പറഞ്ഞിരിക്കെ ഇനി മദ്യം വേണ്ട. അവന് ലോകത്തിന്റെ പാപസുഖങ്ങൾ വേണ്ട. അവനാണ് വീണ്ടും ജനിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനി. അവനാണ് പഴയ മനുഷ്യനെ അടക്കുവാൻ ക്രിസ്തുവിന്റെ ആ കൽപ്പന പ്രകാരം ക്രിസ്തു ഈ ഭൂമിയിൽ അഥവാ യോർദാൻ നദിയിൽ സ്നാനമേറ്റുവെങ്കിൽ അത് ദൈവനീതി എന്ന് വെളിപ്പെടുത്തിയെങ്കിൽ ക്രിസ്തുവിന്റെ കൽപ്പനയായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശിശുവിനെ സ്നാനപ്പെടുത്തിയെന്നല്ല, ജ്ഞാനസ്നാനമേറ്റുക. പഴയ മനുഷ്യൻ മരിച്ചു, ക്രിസ്തുവിൽ കാലുകളുടെ ക്രൂശിനോട് ചേർത്തടിച്ചു. പുതിയ മനുഷ്യൻ ക്രിസ്തുവിൽ ഇതാ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൽ, ആ ക്രിസ്തു ഹൃദയത്തിൽ ജീവിക്കുന്നവൻ അവനാണ് പുതുതായി ജനിച്ചവൻ. പഴയ മനുഷ്യനെ അടക്കി പുതിയ മനുഷ്യൻ ഉയർക്കുന്നതാണ് ഈ ജലസ്നാനം ലോകത്തിന് മുമ്പ് സാക്ഷീകരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടവർ അവന് ഭയമില്ല ഈ ഭൂമിയിൽ പരസ്യമായി സ്നാനപ്പെടാൻ. കാരണം മഹാഗുരുവായിരിക്കുന്ന അബ്ബാ പിതാവ് പുത്രത്തിന്റെ ആത്മാവുള്ള വ്യക്തിക്ക് ഈ വെള്ളത്തിലിറങ്ങി ക്രിസ്തുവിനെ പരസ്യമായി സാക്ഷീകരിക്കാൻ മടിയില്ല. കാരണം ഇനി മദ്യപിക്കില്ലെന്ന് അവനറിയാം, ഇനി പുകവലിക്കില്ലെന്ന് അവനറിയാം,
ഇനി വഴക്കുണ്ടാക്കുന്നത് അവനറിയാം. ഇനി രാജ്യത്തെ സ്നേഹിക്കുവൻ രാജ്യദ്രോഹിയായി ഭീകരവാദം ചെയ്യില്ല. കാരണം മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നവനാണ് ഒരു ക്രിസ്ത്യാനി. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. അവനൊരിക്കലും മാതൃരാജ്യത്തിന് ഭീകരവാദം നടത്തുന്നവനല്ല. കാരണം ഗുരു പഠിപ്പിച്ചത് അതാണ്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും കരുതുക, ലോക സമാധാനം, അതാണ് യേശുക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ പൗരോഹിത്യം മാറ്റപ്പെട്ടുകൊണ്ട് ഇന്ന് കാണുന്ന പടുകൂറ്റൻ പള്ളികളിലെ കുർബാന മാറ്റപ്പെട്ടുകൊണ്ട് ഇതുവരെയുള്ള സമസ്ത യാഗങ്ങളും മാറ്റപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തു ആ ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ ഇന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, ഞാനും ഒരു ക്രൈസ്തവ കുടുംബത്തിൽ, പാരമ്പര്യ കുടുംബത്തിൽ, ഏതൊരു ക്രിസ്തീയ പാരമ്പര്യത്തിനും പറയാൻ കഴിയുന്ന അതേ പാരമ്പര്യത്തിൽ ജനിച്ച വ്യക്തിയാണ്. കോതമംഗലത്തിനടുത്ത് നാടുകാണി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, ഊർക്കൊച്ചി ഗ്രാമം. അവിടെ വളരെ പാരമ്പര്യത്തിൽ ജനിച്ച് ജീവിച്ച് സൺഡേ സ്കൂൾ പഠിച്ച് മതത്തിന് വേണ്ടി തീവ്രവാദം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും. പക്ഷേ ദൈവഗ്രന്ഥമായി ബൈബിൾ വായിച്ചപ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് യഥാർത്ഥമായി അറിഞ്ഞപ്പോൾ, ആ നിമിഷം എന്റെ മുട്ടുകൾ ക്രിസ്തുവിന്റെ മുമ്പിൽ മടങ്ങി. കർത്താവേ, ജീവിച്ചാൽ ഞാൻ ക്രിസ്തുവിനായി ജീവിക്കും, പ്രവർത്തിച്ചാൽ ഞാൻ ക്രിസ്തുവിനായി പ്രവർത്തിക്കും, മരിച്ചാൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കും. എന്താണ് കാരണം? ലോക നേതാക്കന്മാരെല്ലാം മരിച്ചപ്പോൾ നമ്മൾ പത്രങ്ങൾ പരിശോധിച്ചാൽ ലോകത്തിന്റെ പോലീസ് എന്നറിയപ്പെടുന്ന അതോ അമേരിക്കയുടെ കെന്നഡി വെടിയേറ്റ് മരിച്ചു, ചെറുപ്പക്കാരനായ പ്രധാനമന്ത്രി. ആ പ്രസിഡന്റ് വെടിയേറ്റ് മരിച്ചപ്പോൾ പറഞ്ഞത് തീരാ നഷ്ടമാണ്. അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റ് മരിച്ചു, ലോകത്തിന്റെ തീരാ നഷ്ടമെന്നാണ് എഴുതിയത്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ പ്രിയദർശിനി ഇന്ദിരാജി, ഇന്ത്യയുടെ ആ പ്രിയദർശിനി അവസാന പ്രസംഗത്തിൽ പറഞ്ഞത് UP-യിൽ ഞാൻ അവസാന നിലത്ത് എന്റെ ഇന്ത്യക്ക് വേണ്ടി വിറ്റുമെന്നാണ്. അവർ സ്വന്തം സെക്യൂരിറ്റിയാൽ വെടിയേറ്റ് മരിച്ചപ്പോഴും ഇന്ത്യയിലെ പത്രങ്ങൾ നടന്ന എഴുതിയില്ലേ തീരാ നഷ്ടം. കേരളത്തിലെ സംസ്കാരിക നേതാക്കന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന സുകുമാർ അഴീക്കോട്, അദ്ദേഹം മരിച്ചപ്പോഴും കേരള ജനത എഴുതി തീരാ നഷ്ടം. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച അപ്പോസ്തലനായ പൗലോസ് റോമൻ ചക്രവർത്തി നീറോയുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണത്തെ ലാഭമാക്കി മാറ്റുന്ന മഹത്തായ മാർഗമാണ് മശിഹായുടെ മാർഗം. ഇതൊരു മതത്തിന്റെ മാർഗമല്ല, മഹാമാർഗം. എന്താണ് ആ മാർഗത്തിന്റെ പ്രത്യേകത? മരണത്തെ ഭയക്കേണ്ട പ്രിയരെ. തെളിവെന്തെന്ന് ചോദിച്ചാൽ, പിടിച്ചവർ ഒന്നാമത്തെ അപ്പോസ്തലൻ പത്രോസിനെ പിടിച്ച് അവനെ തലകീഴായി ക്രൂശിച്ചു കൊന്നില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നില്ല ഈ ജീവന്റെ മാർഗം. പിടിച്ചു അവർ, നാം അറിയുന്ന പോലെ അന്ത്രയോസിനെ അടിച്ചു അവശനാക്കി, അവനെ രക്തം വാർന്നൊഴുകിയവനായി റോട്ടിലൂടെ വലിച്ച് അവസാനം അവൻ ക്രൂശിൽ കിടന്ന് മരിച്ചില്ലേ? അവിടെ കൊണ്ട് തീർന്നോ ഈ ജീവന്റെ മാർഗം? ഇല്ലേ, ഇല്ല. പിടിച്ചു ഒരു യോഹന്നാൻ എന്ന അപ്പോസ്തലനെ അവർ കൈകാലുകൾ ബന്ധിച്ച് തിളച്ച എണ്ണയിലേക്ക് എറിഞ്ഞില്ലേ? അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ല. പിടിച്ചു അവർ ബർത്തലോമായി, ജീവനോട് കഴുത്തിന് താഴോട്ട് ജീവനോട് തൊഴിലിച്ചു വന്നു പ്രിയരെ, അവിടെ കൊണ്ട് തീർന്നു? ഇല്ല. പിടിച്ചവർ തഥായിയെ മരത്തോട് ചേർത്ത് വെച്ച് അമ്പയിൽ വന്നില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല. പിടിച്ചവർ തോമാശ്ലീഹായെ മൈലാപ്പൂർ വെച്ച് ശൂലത്തിന് കുത്തിക്കൊന്നില്ലേ? ആയിരങ്ങൾ ആർത്തിരമ്പി കാലൂരുടെ നിണമ്പുരുടെ വഴികൾ നടന്നു കയറി ആ രക്തപുഷ്പങ്ങളെ ചുംബിച്ചുകൊണ്ട് ഒരു പുത്തൻ പ്രഭാതത്തെ മുത്തമിടുവാൻ ഈ മണ്ണിലുറങ്ങുമ്പോൾ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാതെ മുന്നേറി താടന പീഡന വിഭാശക്തികളെ അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് ചത്ത് വളർന്ന ഒരു മാർഗമുണ്ടെങ്കിൽ, ജീവന്റെ മാർഗമുണ്ടെങ്കിൽ, പുനരുദ്ധാനത്തിന്റെ മാർഗമുണ്ടെങ്കിൽ, ആ മാർഗം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗം നിറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഈ വീരരക്തസാക്ഷികൾ അവർ 33 വയസ്സിന്റെ യുവത്വമുള്ള അമർത്യ ശരീരത്തിൽ, സത്യ ശരീരത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. ചോദിച്ചോട്ടെ, മതങ്ങളെ, ഇസങ്ങളെ, തത്വചിന്തകളെ, കർമ്മകാണ്ഡങ്ങളെ, വിദ്യാസമ്പന്നരായ ജനതയെ ചോദിച്ചോട്ടെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ജീവൻ നഷ്ടമല്ലേ? എന്നാൽ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിന്റെ ജീവന് ലാഭമാണ്. അതുകൊണ്ട് അത് മതം മാറാനുള്ള സന്ദേശമല്ല. ഞങ്ങൾക്കൊരു പ്രത്യേക മതം സ്ഥാപിക്കേണ്ട. ഞങ്ങളുടെ ക്രിസ്തു മഹത്തായ മാർഗമാണ്, ജീവന്റെ മാർഗമാണ്. അല്ലയോ സ്നേഹിത, വിലപ്പെട്ട ജീവിതമുള്ള ഈ ജീവന്റെ ഉടമയായ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഈ സത്യം തിരിച്ചറിയണം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഇന്ന് കർത്താവ് ദൈവമായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഈ മരണത്തെ ലാഭമാക്കി മാറ്റാം. ആഗ്രഹമുള്ളവർ ഈ ഒന്നും പ്രാർത്ഥിക്കുമോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് വേണ്ടി ഞാൻ പല മതകർമ്മങ്ങളും ചെയ്തു.
പല കുർബാനകൾ കണ്ടു, പല കൂദാശകൾ ചെയ്തു, ഞാൻ പല തീർത്ഥാടനങ്ങൾ നടത്തി, ഞാൻ പലതും പാപവും നോക്കി ശുദ്ധീകരിക്കുന്ന നിർമ്മല രക്തം, ആ രക്തം വിശ്വാസത്താൽ എന്നെ കഴുകിയാൽ എന്നെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ആ പുണ്യാക രക്തം എന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് തളിക്കണമേ. എന്നെ ആപാദചൂടം അവിടുത്തെ രക്തത്താൽ കഴുകണമേ. എന്നെ അവിടുന്ന് കഴുകി ശുദ്ധീകരിച്ച് എന്റെ ഹൃദയത്തിലേക്ക്. അല്ലയോ കർത്താവായ യേശുവേ, അങ്ങേ എന്റെ രക്ഷിതാവായി, എന്റെ കർത്താവായി, എന്റെ ദൈവമായി, ജീവിക്കുന്ന ദൈവമായി, സത്യദൈവമായി, നിത്യജീവനായി ഞാനിതാ സ്വീകരിക്കുന്നു. ഇങ്ങനെ ആത്മാർത്ഥയോടെ നിങ്ങൾ ഒരു സ്വീകരണം ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ആ നിമിഷം ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരികയും സ്നേഹിത, നിങ്ങളുടെ ആത്മാവോട് ഈ പരിശുദ്ധാത്മാവ് പറയും, ഇന്നു മുതൽ നീ എന്റെ മകനാണ്. അങ്ങനെ മകനായി തീർന്നവരാണ് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനിക്ക് പിന്നെ ഒരിക്കലും അഥവാ മതപുരോഗതിന്റെ കാസായും പീലിസായും എടുത്തുള്ള കുർബാന വേണ്ട. പിന്നെ ഒരു മതപുരോഗതിന്റെ അടുത്ത് കുർബാന ചെല്ലാൻ പോകേണ്ട, കുമ്പസാരിക്കാൻ പോകേണ്ട. അവനൊരു മധ്യസ്ഥനുണ്ട്. തിമോഥെയോസിന് 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, തന്നെത്താൻ മറുവിലയായി കൊടുത്ത കർത്താവായ ക്രിസ്തുയേശു മാത്രം. പത്രോസല്ല, പൗലോസല്ല, യോഹന്നാനല്ല, ബഹുമാനിയായി മറിയല്ല. ഒരേ ഒരു മധ്യസ്ഥൻ ക്രിസ്തു മാത്രം, ഒരേ ഒരു രക്ഷകൻ ക്രിസ്തു മാത്രം. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശനിൽ മനുഷ്യൻ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക. ഞാൻ പ്രസംഗിച്ച വിഷയത്തെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി തന്നാൽ എഴുതപ്പെട്ട ദൈവ തിരുവെഴുത്ത് വെച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. എന്തെങ്കിലും പ്രസംഗിച്ചിട്ട് പോകുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ അറിയുന്നു, ക്രിസ്ത്യാനി എന്ന് പറയടാ, തല നിവർത്തി നിൽക്കട. മരണത്തെ ഭയക്കാത്ത ഈ മഹത്തായ മാർഗത്തെ പ്രസംഗിക്കുന്ന ഞാൻ എന്തിനു ഭയക്കണം? കാരണം മരണം എനിക്ക് ലാഭമാണ് ക്രിസ്തുവിൽ. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന സഹോദരന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച് അജയ്യമായിരിക്കുന്ന ക്രിസ്തുവിന്റെ മാർഗത്തിൽ, ഈ പരമോന്നത മാർഗത്തിൽ, ഈ മഹാദൈവത്തിന്റെ സ്നേഹത്തിന്റെ മാർഗത്തിലേക്കാണ് ചേരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ധീരന്മാരുടെ മാർഗത്തിലേക്ക്, സത്യത്തിന്റെ മാർഗത്തിലേക്ക്, സ്നേഹത്തിന്റെ മാർഗത്തിലേക്ക് ഇതുപോലെ അനുഗമിക്കാൻ കൊള്ളാവുന്ന, ഇതുപോലെ അനുമോദിക്കാൻ കൊള്ളാവുന്ന, ഇതുപോലെ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന, ഇതുപോലെ ആരാധിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു പുരുഷ വിശേഷം ആരുണ്ട് പ്രിയരെ? ഇവനാണ് സാക്ഷാൽ ദൈവം, ഇവനാണ് സാക്ഷാൽ രക്ഷകൻ, ഇവനാണ് നമ്മുടെ രക്ഷിതാവ്, ഇവനാണ് നമ്മുടെ കർത്താവ്. ഇവനല്ലാതെ മറ്റൊരുത്തനുമില്ലേ ഇല്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക. ഈ ചർച്ചയുടെ ഈ സുവിശേഷ പ്രഘോഷണം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദേശത്തെ ഒന്നടങ്കം ഈ വചനം അവർക്ക് ശിക്ഷയ്ക്കായി തീരാതെ ഇത് രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ പ്രസംഗം ന്യായവിധി ദിവസത്തിൽ അവിടെ കാണിക്കുന്നത്, നിങ്ങൾ CCTV വെച്ച് ഇന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ CCTV, അവന്റെ പുസ്തകങ്ങൾ തുറക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗമെല്ലാം അവിടെ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ച ഓരോ പ്രസംഗത്തിലും ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി തിരുവെഴുത്തിന്റെ റെഫറൻസുകളുണ്ട്. എന്നു ചോദിച്ചാൽ ആകാശവും ഭൂമിയും മാറിയാലും ദൈവവചനം മാറില്ല. എനിക്ക് പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ, ഉറപ്പുണ്ട് എനിക്ക്. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണം, ഇല്ല എങ്കിൽ ഇത് ഭയാനകമായ ശിക്ഷയിലേക്ക് പോകേണ്ടി വരും. കേട്ടില്ല എന്ന്, അറിഞ്ഞില്ല എന്ന് ഇനി ഒരിക്കലും ഈ ദേശത്ത് ശബ്ദവലിയിൽ ആർക്കും പറയാൻ കഴിയുകയില്ല. മതത്തെ പേടിച്ച്, മൗനത വീക്ഷിച്ച് ഈ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ നരകത്തിലേക്ക് പോകാം. മതത്തെ വകവയ്ക്കാതെ മഹാദൈവമായ ക്രിസ്തുവിലേക്ക് വന്ന് ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ധീരമായി ജീവിക്കാം, ക്രിസ്തുവിനായി ജീവിക്കാം, ക്രിസ്തുവിനായി മരിക്കാം, ക്രിസ്തുവിൽ ഉയർക്കാം, ക്രിസ്തുവിനോടുകൂടെ നിത്യവുമാകാം. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെല്ലാം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.